നമുക്ക് വചനത്തിലേക്ക് കടക്കാം. യൂദാ എഴുതിയ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് വാക്യം കുറച്ചേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹം, അല്ലേ? പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അത്ര വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള വാക്യങ്ങളല്ല യൂദായുടെ ലേഖനം എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രശ്നം. കാരണം അയാൾ എഴുതാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യമാണ്, പിന്നീട് എഴുതിയത് വേറെ കാര്യമാണ്. അത് നമ്മളാരും പറയുന്നല്ല, മൂപ്പര് തന്നെ പറയുകയാണ്. ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചത് ഒരു കോമൺ സാൽവേഷൻ ആയിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചത് ഒരു പോരാട്ടത്തെ കുറിച്ചായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് വായിച്ചു തുടങ്ങിയ ഭാഗം. മൊത്തം ഭാഗം ഒന്നും സംസാരിക്കാൻ എനിക്ക് സമയം ഉണ്ടാവില്ല, എങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടുന്നത് പറയാൻ കഴിയുകയും ചെയ്യും. ഒന്നുകൂടി ഒന്ന് വായിക്കാം, 3-ാം വാക്യം ഒന്ന് വായിക്കാം. പ്രിയരേ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും കഴിയുകയില്ല. അവർക്ക് വളരെ പ്രധാനമാണ് സകല പ്രയത്നം, അല്ലെ? With every effort I was trying to write about the common salvation. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ ഞാൻ ഭയങ്കരമായി റിസ്ക് എടുത്തു, പക്ഷെ നടന്നില്ല. അടുത്ത് വായിക്കാം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മൾ പറയും പരിശുദ്ധാത്മാവിന്റെ നിയോഗം എന്നൊക്കെ പറയും, അത് തന്നെയാണ് സാധനം. എനിക്ക് തോന്നി, എനിക്ക് അങ്ങനെ ഒരു ഉൾവിളി ഉണ്ടായി. ഞാൻ എഴുതാൻ വേണ്ടി ആഗ്രഹിച്ചത് കോമൺ സാൽവേഷൻ ആണെങ്കിലും അത് വേണ്ട എന്നും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടത് അത്യാവശ്യം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അത് എഴുതാൻ താല്പര്യപ്പെട്ടു എന്നതാണ് യൂദായുടെ വാദം. നേരത്തെ ഗോഡ്സൺ പാസ്റ്റർ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം എബി പാസ്റ്റർ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു പോലും, ചർച്ചുകൾ 100 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നോട്ടിറങ്ങിയിട്ടുണ്ട്. 100 കൊല്ലം ആകുന്നതിന് മുമ്പ് തന്നെ എഫെസോസൊക്കെ പിന്നോട്ടിറങ്ങി. എഫെസോസൊക്കെ ഒരു 40-50 കൊല്ലം കഴിയുമ്പോൾ തന്നെ യോഹന്നാൻ സ്ഥാപിച്ച സഭയാണ് എഫെസോസ് എന്ന് വരികിലും യേശുക്രിസ്തു ആ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ തുടക്കം പറഞ്ഞു വെക്കുകയാണ്, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നീ തിരിച്ച് പഴയ സ്നേഹത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ നിലവിളക്കെടുത്ത് മാറ്റിക്കളയും. അതിന്റെ അർത്ഥം 50 കൊല്ലം ഏറെക്കുറയാകുന്നതിന് മുമ്പ് തന്നെ ആ സഭകൾക്കകത്തൊക്കെ ക്ഷീണം ആരംഭിച്ചു. എഫെസോസിന് ലേഖനം പൗലോസ് എഴുതുമ്പോൾ മറ്റു തര ലേഖനങ്ങൾ എഴുതുന്നതിനേക്കാൾ വളരെ ഈടുറ്റ ലേഖനമായിരുന്നു എഫെസോസിന്റെ ലേഖനം. കാരണം എഫെസ് ലേഖനം അത്ര സ്ട്രോങ് ആയിരുന്നു, അവിടുത്തെ വിശ്വാസികൾ അത്ര സ്ട്രോങ് ആയിരുന്നു, അത്ര കപ്പാസിറ്റി ഉള്ളവരായിരുന്നു. അതുകൊണ്ടാണ് വളരെ മാർമികമായ കാര്യങ്ങൾ എഫെസോസിന് എഴുതിയത്. പക്ഷേ AD 96 കർത്താവായ യേശുക്രിസ്തു സന്ദേശം അറിയിക്കാൻ വരുമ്പോൾ പറയുന്നത് നിന്റെ ആദ്യത്തെ ക്വാളിറ്റി നശിച്ചുപോയി എന്നാണ്, നിന്റെ ആദ്യത്തെ ഉഷാർ ഇല്ലാതായി പോയി എന്ന് തന്നെയാണ്. അത് നമ്മൾ പിന്നീട് എഫെസോസിൽ കാണുന്നുമുണ്ട്. അതാണ് ആ ചരിത്ര ഭാഗങ്ങളൊക്കെ പറഞ്ഞു വച്ചതിന്റെ അർത്ഥം. ഇവിടെ 100 കൊല്ലം ഒരു സഭ തരക്കേടില്ലാത്ത രീതിയിൽ പോയിട്ട് താഴോട്ട് പോയി എന്ന് പറയുമ്പോൾ അതിന്റെ പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഫസ്റ്റ് ജനറേഷൻ നന്നായി നിന്നു എന്നാണ്. സെക്കൻഡ് ജനറേഷൻ കൃത്യമായ ദൈവകൃപ ഇല്ലാതെ പോവുകയും താഴേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഫസ്റ്റ് ജനറേഷൻ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഫസ്റ്റ് ജനറേഷനാണ് അല്ലേ? നമ്മളിപ്പോ നിൽക്കുന്ന ഈ പറഞ്ഞ ആദ്യത്തെ ജനറേഷൻ എങ്ങനെ ഇരിക്കുന്നു? കൃപയിലേക്ക് വന്നു നിൽക്കുന്നു എന്ന് പറയുന്ന ഫസ്റ്റ് ജനറേഷൻ അല്ലെ? നമ്മളെ മാത്രം നമ്മൾ കൂട്ടും. നമ്മുടെ ജനറേഷൻ എങ്ങനെ ഇരിക്കുന്നു അല്ലെ? നമ്മുടെ കയ്യിലാണ് ഒരു 50 കൊല്ലത്തെ വെയിറ്റ് പിടിക്കേണ്ടി വരുന്നത് നമ്മളായിരിക്കും ചിലപ്പോൾ, അല്ലെ? ഒരു 50 കൊല്ലത്ത്. അപ്പോൾ 100 കൊല്ലം എന്ന് പറയുമ്പോൾ 2 തലമുറയായിരിക്കും ഈ 100 കൊല്ലത്തിന്റെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടി വരിക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നമ്മുടെ കൊല്ലത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്തിരിക്കുന്നത്? ദൈവകൃപയിൽ നിന്ന് സഭയെ താഴോട്ടിറക്കിയോ അതോ മുകളിലേക്ക് കയറ്റിയോ? നമ്മുടെ ഏജിൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സ്തോത്രം അല്ലേ? നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ പനി, നമ്മുടെ തലവേദന, അല്ലേ? നമ്മുടെ വീട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, നമ്മുടെ അത്യാവശ്യം കാര്യം മാത്രം പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ പോവുകയാണ്. അവിടെയാണ് യൂദ ഓർപ്പിക്കുന്നത്, ഈ പണി കൊണ്ട് വിജയിക്കുകയല്ല, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. 2-3 പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്തുനിന്ന് സൂചിപ്പിച്ചിട്ട് എൻ്റെ വിശദ വിവരത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, വിശുദ്ധന്മാർക്ക് മാത്രമാണ് ഈ പോരാട്ടമുള്ളത്. അതിന്റെ അർത്ഥം നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന നമ്മളെല്ലാവരെയും ഇത് ബാധിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പുറത്തെ ഹാളിൽ നടക്കാൻ പോകുന്ന പോരാട്ടം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. മനസ്സിലായി നിങ്ങൾക്ക്? ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ബാക്കിലെ ഹാളിൽ നമുക്ക് നടക്കാൻ പോകുന്ന പോരാട്ടം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അത് ഈ ഉറങ്ങിയിരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ഉഷാറായി അതിൽ പങ്കുകൊള്ളും. നമ്മൾ ചിന്തിച്ചു പോകും, അയ്യോ ഇവർക്കെല്ലാം ഇത്ര ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ നമ്മൾ ചിന്തിച്ചു പോകും. സ്തോത്രം. അതെല്ലാവർക്കും ഉള്ള പോരാട്ടമാണ്. പക്ഷെ ഇതിനകത്തുള്ള പോരാട്ടം
എല്ലാവരെയും ബാധിക്കുന്ന പോരാട്ടമില്ല, വിശുദ്ധന്മാർക്ക് മാത്രമുള്ള പോരാട്ടം. അപ്പൊ ഇത് നമ്മളെ ബാധിക്കുന്നതാണോ എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ വേർപെട്ടവൻ എന്നർത്ഥം, പെട്ടവൻ എന്നല്ല, വേർപെട്ടവൻ എന്നർത്ഥം. യു അണ്ടർസ്റ്റാൻഡ്? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഒറ്റ സമയത്തെ പോരാട്ടമുള്ളൂ. നമ്മുടെ പിള്ളേർ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ പറയും, നിങ്ങൾ നിൽക്കുന്നത് ടേണിംഗ് പോയിന്റിലാണ്, ഈ വർഷം രക്ഷപ്പെട്ടാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ പോരാട്ടം ഒരിക്കലേ ഉള്ളൂ, അല്ലേ? അടുത്ത് നമ്മൾ ഡിഗ്രിക്ക് കയറുമ്പോൾ പറയും, ഡിഗ്രി ജയിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കാരണം ആ ഡിഗ്രി പോരാട്ടം ഒരിക്കലേ ഉള്ളൂ. അടുത്ത് ഏത് കോഴ്സിനാണ് അവർ കയറുന്നത്, നമ്മൾ പറയും ഇത് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ഈ ഒറ്റ കോഴ്സ്. കാരണം ആ ഒരു കോഴ്സ് ഒരിക്കലേ അവർക്കുള്ളൂ, അല്ലെ? ഇവിടെ ഒരുപാട് കോഴ്സുകൾ കഴിഞ്ഞവർ പലരിപ്പുണ്ട്. അവർക്കെല്ലാം ആ കോഴ്സ് കഴിഞ്ഞാൽ അതിന്റെ പോരാട്ടം തീർന്നു, പിന്നെ അതിനോട് ബന്ധപ്പെട്ട പോരാട്ടമില്ല. ഇവിടെ നമ്മളോട് പറയുന്ന ഒരിക്കലായ പോരാട്ടം എന്ന് പറഞ്ഞാൽ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ കൊണ്ടോ തീർത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പോരാട്ടമല്ല. ഈ പോരാട്ടത്തെ കുറിച്ച് ഒരു വാക്ക് ഞാൻ ഓർപ്പിച്ചാൽ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കാവോ? 8 മുതൽ 1-2 വാക്യം ഒന്ന് വായിക്കൂ. സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. വായിക്കാം. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. കണ്ട, സ്മുർന സഭയോട് ദൂത് പറയുകയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നമ്മൾ നേരത്തെ വായിച്ചെന്താണ്? നിങ്ങൾക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു യുദ്ധമുണ്ട്. ഇവിടെ പറയാണ്, നിങ്ങൾ സഹിക്കാനുള്ളത് പേടിക്കണ്ട. എന്താ സംഭവം? വായിക്കാം. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോവാണ്. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഒരു പീരീഡ് പറയാണ്, 10 ദിവസം, അല്ലെ? 2023 എക്സാം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ പ്രതിസന്ധി തീരുമെന്ന് നമ്മൾ പറയാറുണ്ട്. പലരും എക്സാം തീർന്നിട്ട് ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെ? അതിന്റെ അർത്ഥം ഇനി അവർക്ക് എക്സാം എഴുതേണ്ട കാര്യമില്ല, എങ്കിലും അവർ വെയിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ സേവെല്ലാം വന്നാലോ എന്നും വെച്ചിട്ട് ചിലർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. കാരണം അവർക്കറിയാം എങ്ങനെയാണ് അതിന്റെ കപ്പാസിറ്റി എന്ന്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു സേവ് ഇല്ല, അവർക്കറിയാം റാങ്ക് ഏത് കിട്ടുമെന്ന് മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം 10 ദിവസം ഒരു പീരീഡ് പറയാണ്, 10 ദിവസം ഘട്ടം. അപ്പൊ നമുക്ക് ഏറെക്കുറെ ഉറപ്പായി വിശ്വാസ ജീവിതത്തിന്റെ വേണമെങ്കിൽ ആദ്യത്തെ 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം, അല്ലെ? ഞാനൊക്കെ 25 കൊല്ലം കവർ ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. നമുക്ക് 25 കൊല്ലം ഇതൊക്കെ നമുക്ക് പറയാം. ഇത്രയും പീരീഡ് നമ്മളായിരിക്കുന്നു, അത്രയും കഷ്ടപ്പെട്ടാൽ മതി. പൊതുവിൽ സുവിശേഷ വേലയിലെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10 കൊല്ലം ഒരുവിധം കൊള്ളാന്നുള്ള സംഘടനയിലാണെങ്കിൽ ആദ്യത്തെ 10 കൊല്ലം റിസ്ക് എടുത്താൽ മതി. അത് കഴിഞ്ഞാൽ സ്ഥാനക്കയറ്റം കിട്ടും, സഭ മാറ്റം കിട്ടും, പിന്നീട് ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ നിന്നാൽ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും, അല്ലേ? ഞാൻ ഒരുവിധം കൊള്ളാന്നുള്ള ചർച്ചിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇച്ചിരി പിടിപാടൊക്കെയുള്ള ചർച്ചിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. സ്തോത്രം. എല്ലായിടത്തും ഈ കളി നടന്നുകൊള്ളണമെന്നില്ല. ഒരുവിധം പിടിപാട് നമുക്ക് കേന്ദ്രത്തിൽ ഉണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ചർച്ചും, അല്ലെ, ഇച്ചിരി കറവയുള്ള ചർച്ചകളൊക്കെ നമുക്ക് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. സ്തോത്രം. ആ പോരാട്ടം കുറച്ച് ദിവസത്തേക്ക് മതി. ഈ പോരാട്ടം അതല്ല, ഇത് ഇച്ചിരി വ്യത്യാസമാണ്. ഇവിടെ പറഞ്ഞത് 10 ദിവസം ഉപദ്രവം ഉണ്ടാവും. അപ്പൊ 10 ദിവസം എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടോ, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ, അല്ലെ? ഒരു വിടുതൽ ഉണ്ടാവുമല്ലോ, ഈ കഷ്ടതയൊക്കെ മാറുമല്ലോ, ഈ കണ്ണുനീരൊക്കെ മാറുമല്ലോ, ഈ പ്രതിസന്ധി എല്ലാം മാറുമല്ലോ എന്ന് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അടുത്ത വാക്യം ശ്രദ്ധിക്കൂ, വായിക്കാം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഇതാണ് പണി. 10 ദിവസേ കഷ്ടതയുള്ളൂ, പക്ഷേ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അപ്പൊ അതിന്റെ അർത്ഥം ഈ 10 ദിവസം എന്ന് പറയുന്നത് പെട്ടി കയറുന്നത് വരെയാണ്. സ്തോത്രം. സംഭവം വളരെ സിമ്പിളാണ്. പെട്ടി കയറുന്നത് കൊണ്ട് ഇത് അവസാനിക്കും. അപ്പൊ 10 ദിവസം എന്നൊക്കെ നമ്മൾ കയറുമ്പോൾ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചില്ല, രക്ഷപ്പെട്ടു, അല്ലേ? ദൈവദാസൻ 60 വർഷമാകാൻ പോവുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ 60 വർഷമാകാൻ പോവുകയാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട്, അല്ലേ? അപ്പൊ 60 വർഷമേ കഷ്ടമുള്ളൂവെങ്കിൽ ഇനി കിട്ടാൻ പോകുന്ന വർഷം സുഖിക്കാന്ന് വയ്ക്കാം. ഇനിയാണ് കഷ്ടം. ഇതുവരെ കഷ്ടം ശീലിക്കുകയായിരുന്നു, ഇനി കഷ്ടം അനുഭവിക്കുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് നേരെ തിരിച്ചു കറങ്ങാം എന്ന് പറഞ്ഞാൽ ഇറങ്ങുമ്പം കഷ്ടം, അങ്ങോട്ട് പോകെ സുഖം. അതായിരുന്നു സ്വതന്ത്രം ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാരുടെ എല്ലാവരുടെയും അനുഭവം. പൗലോസിന്റെ ലൈനിലാണ് നമ്മൾ കയറുന്നതെങ്കിൽ, ക്രിസ്തുവിന്റെ ലൈനിലാണ് കയറുന്നതെങ്കിൽ ആദ്യം കല്യാണ വീടും പിന്നീട് ക്രൂശുമാണ്. മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, അല്ലേ? നമ്മളിവിടെ വച്ചിരിക്കുന്ന പടമൊക്കെ ഒരുവിധം കാണാൻ കൊള്ളാന്നുള്ള പടമാണ്, അല്ലെ? ഒറീസയിൽ 2006 പടം അവിടെ വെച്ചിട്ടുണ്ട്, 2023 പടവും ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അവിടുത്തെ വളർച്ചയുടെ വ്യത്യാസം ഭയങ്കരമാണ്. നിങ്ങൾ പിന്നീട് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. ഇപ്പൊ ഇരുന്ന് തല നോക്കി പടലി കൊടുക്കണ്ട. സ്വതന്ത്രം. ഞാൻ വെറുതെ ഗ്രഹിക്കുന്നുണ്ടോ?
അത് നിസ്സാരമായ ഒരു വളർച്ചയല്ല. അവിടെ ചെന്ന് പ്രവർത്തിച്ച് അല്ലെ, അവിടെയുള്ള ദൈവദാസന്മാരെ ഉഷാറാക്കി അവർക്കുള്ള ഫണ്ട് എത്തിച്ചു കൊടുത്ത് അവിടെ വർക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇത്രയും വർണ്ണാഭമായ ഒരു സെറ്റപ്പ് അവിടെ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിയൊന്നും അല്ല. നോർത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്കറിയാം, ഭയങ്കര റിസ്ക് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കൊച്ചു കാര്യമല്ല. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലയോട് ബന്ധപ്പെട്ട് വരുമ്പോൾ വേദനയും ദുഃഖവും പ്രയാസവും പ്രതിസന്ധിയും ഒറ്റപ്പെടലും അങ്ങോട്ട് പോകുമ്പോൾ കൂടി വരും. കല്യാണ വീട്ടിൽ യേശുവിന്റെ അമ്മ കൂടെ ഉണ്ട്, ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്. വീഞ്ഞു കുടിക്കാൻ വന്നപ്പോൾ ടീമുകൾ കംപ്ലീറ്റ് ഉണ്ട്. പക്ഷേ ക്രൂശിലേക്ക് കയറുമ്പോൾ 2 കള്ളന്മാരൊഴിച്ച് മറ്റാരുമില്ല. ഒറിജിനൽ കള്ളന്മാരൊന്നും കൂടെ ഇല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ മനസ്സിലാവും, അപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരു പോരാട്ടം 10 ദിവസം എന്ന് പറഞ്ഞാൽ പെട്ടി കയറുന്നത് വരെ. അതാണ് നമ്മൾ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ തലേ കൈവച്ച് പറയുന്നത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം കിട്ടും, ഇല്ലെങ്കിൽ നനഞ്ഞത് വ്യർത്ഥം. സ്തോത്രം. അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നത് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ആയിരുന്ന, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും ആയില്ല, പരിപാടി തുടങ്ങുന്നതേ ഉള്ളൂ, പിന്നീടാണ് അതിന്റെ നീളം കിടക്കുന്നത്. സ്തോത്രം. അപ്പൊ ഒരിക്കലായി മനസ്സിലായല്ലോ, വിശുദ്ധന്മാർക്ക് ഈ യുദ്ധമുള്ളൂ. നിങ്ങൾ ആർക്കെങ്കിലും ഈ യുദ്ധം ഇല്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ വിശുദ്ധനല്ല എന്ന സത്യം മാത്രം അറിഞ്ഞാൽ മതി. നമ്പർ 2, ഒരിക്കലായിട്ടാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലിരിക്കുമ്പോൾ മാത്രമേ യുദ്ധമുള്ളൂ. പെട്ടി കയറി കഴിഞ്ഞാൽ യുദ്ധമില്ല. യുദ്ധം തീരുന്നത് നമ്മൾ ഈ പെട്ടിക്കകത്ത് കയറുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അതാ ക്രിസ്തു അതിന്റെ കരയ്ക്ക് വന്നിട്ട്, പെട്ടിയുടെ കരയ്ക്ക് വന്നിട്ട് ക്രിസ്തു പറയാണ്, നിങ്ങൾ ഇടറിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, പിതാവിലും വിശ്വസിപ്പിൻ. കാരണം ഞങ്ങളിൽ വിശ്വസിച്ചാലേ നിങ്ങൾക്ക് മരണത്തെ ജയിച്ചക്കരെ വരുവാൻ കഴിയുകയുള്ളൂ. ഈ ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ പോകുന്നു. എന്നെ ഒറ്റപ്പെടുത്തിയ ലോകം നിങ്ങളെയും തള്ളിക്കളയാൻ പോകുന്നു. എന്നെ അനുസരിച്ച ലോകം നിങ്ങളെയും അനുസരിക്കും. നിങ്ങൾ എന്നോട് കൂടെ ഇരുന്നാൽ നിങ്ങൾ അവിടെ എത്തും. ആ ഉറപ്പാണ് കർത്താവ് അരയിൽ തോർത്ത് ചുറ്റിയിട്ട് യോഹന്നാൻ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവ് സംസാരിക്കുന്നത്. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും തൽക്കാലം ഇന്ന് രാത്രിയിൽ പോകുവാൻ മുതിരുന്നില്ല, ഈ പകൽ പോകുവാൻ ഞാൻ മുതിരുന്നില്ല. ഇവിടെ പറഞ്ഞത് ഒരിക്കലായിട്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം. സ്വതന്ത്രം. നമ്മൾ വിശ്വാസം പ്രാപിച്ചെടുക്കുക എളുപ്പമാണ്, അതിനെ സൂക്ഷിക്കുക നല്ല ബുദ്ധിമുട്ടാണ്. സ്വതന്ത്രം. ആ വിശ്വാസത്തിൽ നിലനിന്ന് അറ്റം വരെ പോകും. എത്രയോ പേര് മീശയും പഠിച്ച് വെള്ള കുപ്പായിട്ട് സ്നാനപ്പെട്ടതിന് ശേഷം ഇതെല്ലാം കളഞ്ഞ് കറുത്ത കുപ്പായിട്ട് പെന്തക്കോസ്തുകാരെ തെറി വിളിച്ചോട്ട് നടക്കുന്നു. എന്താ കാര്യം? ഈ കൃപയിൽ നിൽക്കുക ഭയങ്കര പാടാ. വെള്ളത്തിൽ ചാടാൻ ഏവനാ പറ്റാത്തത്, എളുപ്പാണ്. ഒന്ന് മുങ്ങിക്കയറ, സോപ്പ് പോലും തേക്കണ്ടല്ലോ, അല്ല, ഒന്ന് മുങ്ങിക്കയറിയ പോലെ എല്ലാവർക്കും പറ്റും. സ്വത്രം. പല സ്ഥലങ്ങളിലും അതിന് ഫീസ് പോലും ആൾക്കാർ കൊടുക്കുന്നുണ്ട് ഒന്ന് മുങ്ങിക്കയറാൻ വേണ്ടി. സ്വത്രം. അതുകൊണ്ട് ഇതെല്ലാം എല്ലാവരെ കൊണ്ടും പറ്റും. അതിൽ പിടിച്ചു നിന്ന് പെട്ടി വരെ എത്തുക, അത് വില കൊടുത്തേ പറ്റൂ. അവിടെയാണ് നമ്മൾ അറിഞ്ഞോണ്ടിറങ്ങിയതാണോ അറിയാതെ പെട്ടുപോയതാണോ എന്ന് തിരിച്ചറിയുന്നത്. സ്വത്രം. വിശ്വാസം ഏറ്റു പറയാൻ എല്ലാവർക്കും പറ്റും, യേശു കൊള്ളാമെന്ന് ഏറ്റു പറയാൻ എല്ലാവർക്കും പറ്റും, യേശുവിനോട് കൂടെ ഞാൻ ജീവിക്കൂ എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ അങ്ങനെ ജീവിച്ച് പെട്ടിയിൽ കയറാൻ ചിലർക്കേ പറ്റൂ. കൂടെ നിന്ന പത്രോസിന് പോലും ഫസ്റ്റ് റൗണ്ടിൽ പറ്റിയില്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ദൈവമക്കളെ. സ്തോത്രം. അതുകൊണ്ട് ആ യുദ്ധം വലുത് തന്നെയാണ്. അതുകൊണ്ടാണ് ചുമ്മാതൊരു കോമൺ സാൽവേഷൻ പറഞ്ഞു പോകാൻ നിർബന്ധം എന്താ പറയുക താല്പര്യപ്പെടുമ്പോൾ യൂദയെ കർത്താവ് വിടാതെ ഇതിനു വേണ്ടി പറയാൻ പറഞ്ഞു. അങ്ങനെ മൂപ്പര് പറയുകയാണ്, നമുക്ക് വേണ്ടി ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം, അതിനുവേണ്ടി പ്രബോധിപ്പിക്കുകയാണ്. ഇനി എന്താ സാധനം ഒന്ന് വായിക്കാം, താഴ്ത്തു വായിച്ചോളൂ. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദൈവത്തിന്റെ കൃപ, ദൈവം നമ്മളോട് കാണിച്ച മനസ്സലിവ്, യഹൂദന് വേണ്ടി മാത്രം വന്ന രക്ഷ ജാതികളായ ഈ ഇരിക്കുന്ന നമുക്കാർക്കും അർഹതപ്പെട്ടതായിരുന്നില്ല. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് നമ്മളെല്ലാം രക്ഷിക്കുവാൻ കർത്താവിനൊരു മനസ്സലിവുണ്ടായി. നമ്മളാരും വെള്ളക്കുപ്പായം ഇടേണ്ടവരല്ല, നമ്മളാരും സ്നാനപ്പെടേണ്ടവരല്ല, നമ്മളാരും ഈ വിശുദ്ധ വേദപുസ്തകം ചുമ്മേണ്ടുന്നവരല്ല, നമ്മളാരും കൃപയിലാകേണ്ടുന്നവരല്ല. പക്ഷെ ദൈവത്തിന്റെ മഹാകരുണയാൽ ദൈവത്തിന് നമ്മളോട് ആ കൃപ തോന്നിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അതവിടെ പറഞ്ഞ് ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ രക്ഷിച്ചത് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. നമ്മൾ ആ ചാൻസ് മുതലാക്കി നമ്മുടെ ഉദ്ദേശം വേറെയാണ്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശം ക്രിസ്തുവിൽ കയറിയിട്ട് നമ്മുടെ ഉദ്ദേശം വേറെ ഒപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ? സ്വതന്ത്രം. നമ്മളാണ് മന്ത്രിമാരെയൊക്കെ തെരഞ്ഞെടുത്തിരുത്തിയിരിക്കുന്നത്, അവരവിടെ ഇരുന്നിട്ട് ചെയ്യുന്നത് വേറെ ഉദ്ദേശമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയുന്നില്ല. സ്വതന്ത്രം. ഇതുപോലെ നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്ത് വിശ്വസ്തരം നെണ്ണി ദൈവകൃപയ്ക്കകത്ത് ആക്കിയിരിക്കുന്നു. നമ്മുടെ ഉദ്ദേശം വേറെയാണ്. എന്ന് പറഞ്ഞാൽ ഈ കർത്താവിനെ എങ്ങനെയും ചാക്കിട്ട് ഭൂമിയിൽ എന്തെങ്കിലും ഒപ്പിക്കുക. Am I right? അല്ലേ? എങ്ങനെയെങ്കിലും പിള്ളേരെ പഠിപ്പിക്കുക, എങ്ങനെയെങ്കിലും അമേരിക്കയിൽ പോവുക, എങ്ങനെയെങ്കിലും ഇച്ചിരി കാശുണ്ടാക്കുക, എങ്ങനെയെങ്കിലും മേനി ഈ വിയർക്കാതെ ജീവിക്കുക.
അല്ലേ? എല്ലാവരും മിണ്ടാതിരിക്കുക, ഫാനുകൾ മാത്രം ആർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്ക് ആർക്കും പറ്റില്ല, എനിക്കറിയാം. ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുക, ദാറ്റ് മീൻസ് ദൈവത്തെ ഒപ്പിച്ച് മുതലാക്കുക എന്നർത്ഥം. നമ്മുടെ കാര്യസാധ്യം നേടിയെടുക്കുക എന്നർത്ഥം. ആ കാര്യസാധ്യക്ക് പാസ്റ്റർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ച വേറെ സഭയിൽ പോകും അല്ലേ? എൻ്റെ ചർച്ചിലും അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ വരണ്ട, എനിക്ക് നേരമല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സ്വതന്ത്രം, എനിക്കെന്താണ് പണി? അവരുടെ വിചാരം അവരുടെ എല്ലാ ആവശ്യത്തിനും നമ്മൾ ചെല്ലണം. മുട്ടുവേദന ഉടനെ ചെല്ലണം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ വരില്ല. സ്വതന്ത്രം, എനിക്കതിൻ്റെ നേരമില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒരിക്കൽ ഞാൻ ചെല്ലാതിരുന്നപ്പോൾ അവരെന്നെ പിന്നെ കണ്ടപ്പം പറഞ്ഞു, പാസ്റ്റർ എന്താണ് ഞങ്ങൾ സുഖമില്ല നടക്കുന്ന അറിഞ്ഞിട്ട് വരാത്തത്? നമ്മൾ അങ്ങനെ ഇപ്പോൾ ഓടി വരാൻ പറ്റുമോ? അല്ലേ? സുഖമില്ല നടക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഓടി അവിടെ ചെന്നിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സോ നമ്മൾ അങ്ങനെ ശീലിപ്പിച്ചതാണ്. ഇപ്പൊ ഇവർക്ക് ചുമ്മാ സുഖമില്ലാതാവും. താങ്ങുന്ന പിള്ളയ്ക്ക് തളർച്ച കൂടുതലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചുമ്മാ താങ്ങിക്കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വതന്ത്രം, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോട്ടെ. ഈ ചത്തനെ നമ്മൾ കൊണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇതിനെപ്പോഴും താങ്ങിയിരിക്കണം. അയാൾ കൊണ്ടിട്ട് താങ്ങട്ടെ. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നു എന്ന് പ്രത്യാശിക്കുന്നു. സ്വതന്ത്രം, നമുക്ക് തിരിച്ചു വരാം. ഇവിടെ നിങ്ങൾ വായിക്കൂ, താഴോട്ട് വായിക്കൂ. ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന, ഇതിലെ മെയിൻ ഫാക്ട് അവിടെയാണ്. യേശുക്രിസ്തുവിനെ ഇവർ നിഷേധിക്കുന്നു. കണ്ടോ? യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നു. ബാക്കിയെല്ലാം ഇവർക്ക് വേണം. ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന മറ്റെല്ലാം വേണം. അവർക്ക് വേണ്ടാത്തത് യേശുവിനെ വേണ്ട. കണ്ടോ? ഇനി താഴോട്ട് വായിക്കേ. അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് കുറച്ച് ആൾക്കാര്. അതാണ് മൊത്തം ചത്ത ഈച്ച തൈലക്കാരന്റെ മുഴുവൻ തൈലത്തെയും താറുമാറാക്കുന്നു എന്ന് പറഞ്ഞ പോലെ മൊത്തം സഭയും എന്താ പറയാ താറുമാറാക്കിയിരിക്കുകയാണ്. ഒരെണ്ണമാണ്. അതിനപ്പോഴേ നിങ്ങൾ കളഞ്ഞെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഞാൻ എല്ലാ ആഴ്ചയും ചർച്ചയിൽ പറയാറുണ്ട്, നമുക്ക് നിറച്ച ആൾക്കാർ വേണ്ട. അപ്പൊ എൻ്റെ അടുത്ത് വിശ്വാസികൾ ചോദിക്കും, നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നത്? നമ്മൾ ഒരുപാട് ആൾക്കാരായ മെനക്കേടാണ്. നമുക്ക് ആവശ്യത്തിനുള്ളത് മതി. സെമിത്തേരിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, സെമിത്തേരിയിൽ എന്താണ് ഹർത്തലും ബഹളമൊന്നും ഇല്ലാത്തത്? ഒറിജിനലായിട്ട് ചത്തവരാണെല്ലാം. ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് ചെല്ലുന്നേ ഉള്ളൂ, അവർ ഉടനെ വീട്ടിൽ പോവും. ചാവാത്ത നമ്മളെയൊക്കെ കൊണ്ട് അവിടെ ഇരുത്തിയിരുന്നുള്ള ഗതി ആലോചിച്ച് നോക്കിയേ. ഉടനെ കമ്മിറ്റി കൂടും ഇല്ലേ? എന്തെങ്കിലും അലമ്പ് നമ്മൾ നിശ്ചയമായി ഉണ്ടാക്കിയിരിക്കും. അവരെല്ലാം ഒരലമ്പുമില്ലാതെ മിണ്ടാതെ കിടക്കുന്നത് ഒറിജിനലായി ചത്തത് കൊണ്ടാണ്. സ്തോത്രം. നമ്മുടെ സഭയിലൊക്കെ പരുവക്കേട് ഉണ്ടായിരിക്കുന്നതിന് കാരണം ചാവാം എന്ന് പറഞ്ഞവരെയൊക്കെ നമ്മൾ സോപ്പിട്ട് പഞ്ഞി വെച്ച് മുക്കി കയറ്റി വിട്ടിരിക്കുകയാണ്. ഇതെല്ലാം മെനക്കേടാണ്. സ്തോത്രം. നിങ്ങളിത് കേട്ടിട്ട് ഒരുമാതിരി ഇരിക്കുന്ന കണ്ടിട്ട് എനിക്കൊരു പ്രയാസം തോന്നുന്നുണ്ട്. ഏതാണ്ട് ചത്തില്ലേ എന്ന് തോന്നുന്നുണ്ട്. സാരമില്ല, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. സ്തോത്രം. താഴോട്ട് വായിക്കാം. അവരുടെ ശിക്ഷാവിധി അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. കണ്ടോ? എന്ന് പറഞ്ഞാൽ അങ്ങനെ നുഴഞ്ഞു കയറി സഭയ്ക്കകത്ത് കോലാഹലം ഉണ്ടാക്കുന്നവരുടെ ശിക്ഷാവിധി നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി കേട്ടോ, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും. കേട്ടോ, നിങ്ങൾ ശകലമല്ല അറിഞ്ഞത്, നിങ്ങൾക്ക് സകലതും അറിയാം അല്ലേ? അല്ലേ? പാസ്റ്ററെക്കാളും പ്രായമുള്ളവർ ചിലപ്പോൾ ഇതിനകത്തുണ്ടായിരിക്കും അല്ലേ? പണ്ട് യേശു ക്രിസ്തു പിന്നെ ബെഥേസ്ദ കുളത്തിന്റെ കരയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരാൾ കിടക്കുകയാണ്. മൂപ്പർ അവിടെ കിടന്നിട്ട് എത്ര കൊല്ലായി? 38. യേശുവിന് അന്ന് 30 വയസ്സേ ഉള്ളൂ. ഉണ്ടാ? അപ്പൊ അതുപോലെ പ്രായമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവും. സ്വതന്ത്രം. അവർ പറയും, എനിക്കെല്ലാം അറിയാം. അതാ ഇവിടെ പറയുന്നത്. ഇവിടെ ശകലം അറിവല്ല, കംപ്ലീറ്റ് അറിവ്, ദ ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ്. അതോടെ പറഞ്ഞു, നിങ്ങൾ സകലതും ഒരിക്കൽ അറിഞ്ഞു എങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്നുകൂടി ഓർപ്പിക്കാൻ അല്ലേ? ഒന്നുകൂടി ഓർപ്പിക്കാം. നമ്മളിപ്പോ ഈ വാക്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പലർക്കും ഇയാൾ എന്താ പ്രസംഗിക്കാൻ പോകുന്നത് നമുക്കറിയാം. കാരണം നമ്മളിൽ ഒരുപാട് പ്രസംഗക്കുറിപ്പുണ്ടെന്ന്. സ്വതന്ത്രം. ഇവിടെ പറഞ്ഞോ, നിങ്ങൾക്ക് സകലതും അറിയാം എങ്കിലും നിങ്ങളെ ഒന്നുകൂടി ഓർപ്പിച്ച് ഉണർത്താൻ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അതിൽ 2 വാക്കാണ് ഞാൻ എടുക്കുന്നത്. ഒന്ന്, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചു. 2, നശിപ്പിച്ചു. ഇതാണ് വഴിയിലുടനീളം ഉണ്ടായ സംഭാഷണം. രക്ഷിച്ചു, നശിപ്പിച്ചു. പദം പ്രയോഗം മാറ്റി ഉപയോഗിച്ചാൽ രക്ഷിച്ച് നശിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. രക്ഷിച്ച് നശിപ്പിച്ചു, അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി രക്ഷിച്ചു എന്നും പറയാം. ഈ വർത്തമാനം ഇടയിൽ പലയിടത്തുണ്ടായതാണ്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് വഴക്ക് കൂടുമ്പോ മോശ വന്നിട്ട് പറയുന്നുണ്ട്, കർത്താവേ, നീ ഈ ജനത്തെ കൊന്നാൽ നീ അവിടെ നിന്ന് രക്ഷിച്ചത് ഇവിടെ ഇട്ട് കൊല്ലാനാണെന്ന് യഹോവന്മാർ നാളെ പറയും. കണ്ട, വാസ്തവത്തിൽ കൊല്ലാൻ പോയത് എന്തിനാ? ഇവന്റെ കയ്യിലിരിപ്പോട്ടാണ്, കൊന്നേ തീരൂ.
മോശ കയറി കുറുകെ നിന്ന് കൊല്ലാതിരുന്നു. എന്ത് ചെയ്തു? അവന്മാരെ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, മോശ അടക്കം കൊണ്ടുപോകാൻ പറ്റിയില്ല. എന്താ കാര്യം? യവന്മാരെ കൊന്നേ പറ്റൂ. ആദ്യം കൊന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പിന്നെയും 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് കൊല്ലേണ്ടി വന്നത്. എന്തുമാത്രം കാടയും മഞ്ഞയും വേസ്റ്റ് ആയി നോക്കിയേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്താണ് ഒരുമാതിരി കഷായം കുടിച്ച പോലെ ഇരിക്കുന്നത്? അടുത്ത പ്രസംഗം ഉഷാർ പ്രസംഗമാണ്. ഇതിപ്പോ നമ്മൾ ആന്റിബയോട്ടിക്, പിന്നീട് അതിന്റെ പഞ്ഞി വെച്ചുള്ള തിരുമല. സ്വതന്ത്രം നിങ്ങളുടെ ദൈവാസന അത് നിർവഹിക്കും. സ്വതന്ത്രം നമുക്ക് വെളിയിൽ നിന്നുള്ള ആളായതുകൊണ്ട് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല. സ്വതന്ത്രം സി ഇവിടെ പറഞ്ഞോ, ചോപ്പിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിത് പാർട്ടി മീറ്റിംഗ് ആണോ എന്ന് ഇടയ്ക്ക് തോന്നിപ്പോകും. നമുക്ക് തിരിച്ചു വരാം. സി കണ്ടോ, രക്ഷിച്ചിട്ട് നശിപ്പിച്ചു. കണ്ടോ, രക്ഷിച്ചിട്ട് നശിപ്പിച്ചു. സി പുറത്തു നിന്ന് നോക്കിയാൽ എനിക്ക് എത്തീസ്റ്റുകൾ ഇഷ്ടം പോലെ മെസ്സേജ് ഇടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇട്ടുകൊണ്ടിരിക്കുന്നവന്മാര് ഇഷ്ടം പോലെ മെസ്സേജ് ഇടുകയാണ്. അതിലൊരുത്തൻ ഇട്ടിരിക്കുകയാണ്, അഹം ബ്രഹ്മസ്മി എന്ന് പറയുന്ന ഹിന്ദു ഫിലോസഫിയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഞാനാകുന്നവൻ ഞാനാകുന്നു. അവന് അറിയത്തില്ലാത്തതുകൊണ്ട് പറയുകയാണ്. വലിയ ടീമുകളാണ് അല്ലെ. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മനാണെന്നാണ്. അയാം ദാറ്റ് അയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മൻ എന്നല്ല. അതിന്റെ അർത്ഥം വേറെയാണ്. എന്നെ മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റില്ലെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാണ്ടോ? ഇവിടുത്തെ ഉപനിഷത്തിൽ പറയുന്ന അഹം ബ്രഹ്മാസ്മിയും തത്വമസിയൊക്കെ സാധനം വേറെയാണ്. അവന്മാർ പറഞ്ഞ ഇതൊക്കെയാണ് നമ്മളും പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന്. അതിന്റെ മനസ്സിലാകാത്തതുകൊണ്ടാണ് തൽക്കാലം ആ വഴിക്ക് അവരങ്ങ് പോട്ടെ, എന്റെ പുറകെ പോകാൻ നേരമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാണ്ടോ? ചിലർ നമ്മുടെ ഇടയിൽ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഈ നുഴഞ്ഞു വന്നിരിക്കുന്നവർ നമ്മുടെ ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ദുരുപദേശങ്ങൾ കാരണം കർത്താവിന് ചിലരെ കൊല്ലേണ്ടതായി വന്നു. 6 ലക്ഷത്തെ വിളിച്ചിറക്കിയിട്ട് 2 മാത്രമേ കനാനി കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരെ കൊല്ലാൻ വേണ്ടി ഉദ്ദേശത്തോടെ കർത്താവ് ഇറക്കിക്കൊണ്ട് വന്നതല്ല, കയ്യിലിരിപ്പ് കൊണ്ട് കൊല്ലേണ്ടി വന്നതാണ്. ആ കാര്യം എന്തിനാണ് യൂദ നമ്മളോട് ഓർപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെയും വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിച്ചു എന്നത് ശരിയാണ്, തന്റെ രക്തത്താൽ രക്ഷിച്ചു എന്നത് ശരിയാണ്. ഇസ്രായേലിനെ ആടിനെ കൊണ്ട് രക്ഷിച്ചു. ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ ആടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടളക്കാലിലും കുറുമ്പടിയിലും പുരട്ടിയാണ് അവനെ വിടുവിച്ചതെങ്കിൽ എന്നെ നിങ്ങളെ വിടുവിക്കാൻ തന്റെ ഏകജാതനെ തന്നെ കാൽവറി ക്രൂശിൽ യാഗമാക്കി എന്നത് സത്യം തന്നെ. നിസ്സാര വില കൊടുത്ത ആടിന്റെ രക്തം പുരട്ടിയിട്ട് ആ ജനം തെറ്റ് കാണിച്ചപ്പോൾ കൊന്നു എങ്കിൽ ഏകജാതന്റെ രക്തം തന്ന് വിലയ്ക്ക് വാങ്ങിയവനെ എങ്ങനെ കൊല്ലാതിരിക്കും? യു അണ്ടർസ്റ്റാൻഡ് മൈ ക്വസ്റ്റ്യൻ? ആടിന്റെ രക്തം പുരട്ടിയവനെ കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ സാക്ഷ്യം കേട്ട് വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിച്ചിരുന്നു എങ്കിൽ തന്റെ ഏകജാതന്റെ രക്തം തന്ന് വിലയ്ക്ക് വാങ്ങിയ നമ്മളോട് എങ്ങനെ കരുണ കാണിക്കും? കരുണ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മളിൽ നിന്ന് കർത്താവ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വിശുദ്ധി തിരുവഴുത്തിൽ ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ അവിടേക്ക് നടന്നടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ കരുണ കൂടാതെ നമ്മളും പുറന്തള്ളപ്പെടും എന്നുള്ള ഗൗരവമായ വാർത്ത നമ്മളോട് ഒന്നുകൂടി അറിയിക്കാനാണ് യൂദ എഴുതുവാൻ തയ്യാറാകുന്നത്. സ്തോത്രം. കാര്യം ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പൊ യൂദ പറയാണ്, രക്ഷിച്ചിട്ടും നശിപ്പിച്ചു. അപ്പൊ നമ്മൾ രക്ഷിച്ചു എന്നതുകൊണ്ടോ രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ടോ നമ്മൾ പാസ്റ്ററായിരുന്നു എന്നതുകൊണ്ടോ ഞാൻ കഴിഞ്ഞ 25 കൊല്ലം പാസ്റ്ററായിരുന്നു എന്നതുകൊണ്ടോ ദൈവദാസൻ 60 കൊല്ലം പാസ്റ്ററായിരുന്നു എന്നതുകൊണ്ടോ ഇതിനിടയിലുള്ള വർഷങ്ങൾ പൂർത്തിയാക്കിയ ഒരുപാട് ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, ഞങ്ങൾ എല്ലാവരും ഇത്ര കാലഘട്ടം ഇത്ര സഭകൾ സ്ഥാപിച്ചു എന്നതുകൊണ്ടോ ഒന്നും അക്കരെ നാട്ടിൽ ചെന്നെത്താനാവില്ല. അക്കരെ നാട്ടിൽ ചെന്നെത്തേണ്ടുന്ന മിനിമം യോഗ്യത ശുദ്ധീകരണം തന്നെയാണ്. ആ ശുദ്ധീകരണം ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും പ്രസംഗിക്കാം, ഒരു കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും പ്രസംഗിക്കാം. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. സ്വത്രം, ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രസംഗം ഒരു കലയും കൂടിയാണ് അല്ലേ. പ്രീച്ചിങ് ഇസ് ആൻ ആർട്ട്. ഇതൊരു കലയാണ്. എനിബഡി ക്യാൻ പ്രീച്ച്. സ്തോത്രം അല്ലേ. പിണറായിക്ക് കൊടുത്ത സൂപ്പറായിട്ട് പ്രസംഗം. കഴിഞ്ഞ ദിവസം നമ്മുടെ IPCയുടെ ജനറൽ കൺവെൻഷന് എത്രയോ മന്ത്രിമാരാണ് പ്രസംഗിച്ചത്. വീണ ജോർജൊക്കെ പ്രസംഗിച്ച പ്രസംഗവും ഉപദേശിമാർ പ്രസംഗിച്ച പ്രസംഗവും വെച്ച് നോക്കിയാൽ അവരൊക്കെ പ്രസംഗിച്ചായിരുന്നു കുറച്ചുകൂടി കൊള്ളാമെന്ന് നമുക്ക് തോന്നും. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ട്. പിന്നെ അവർക്ക് ഒരുപാട് സമയം നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ് അവൾ വളരെ കുറച്ച് സമയം പ്രസംഗിച്ചിട്ട് പോയത്. എന്തെല്ലാം സാധനങ്ങളാണ് VD സതീശനൊക്കെ പ്രസംഗിച്ചത് അല്ലേ. അപ്പൊ പ്രസംഗം എന്ന് പറയുന്നത് ആർട്ടാണ്. ഏത് വിഷയത്തെ കുറിച്ച് പ്രസംഗിക്കാൻ കൊടുത്താലും പ്രസംഗിക്കും. ഞാനൊക്കെ അങ്ങനെയാണ്. ഏത് വിഷയം തന്നാലും പ്രസംഗിക്കും. ഓണം പ്രസംഗിക്കാൻ ഇപ്പൊ പ്രസംഗിച്ചു തരാം ഓണത്തെ കുറിച്ച്. നമുക്ക് അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പ്രസംഗത്തിൽ കാര്യമൊന്നുമില്ല. അക്കരെ ചെന്നെത്തേണ്ടുന്ന മിനിമം യോഗ്യത പ്രസംഗത്തിന്റെ മികവല്ല. എത്ര കാലം ഉപദേശിയായി എന്നൊരുന്നതല്ല. മീശ എടുത്തിട്ടുണ്ടായിരുന്നോ ഫുൾ കൈ ആയിരുന്നോ എന്നുള്ളതല്ല. പെന്തക്കോസ്റ്റിൽ പേരുണ്ടായിരുന്നോ എന്നുള്ളതുമല്ല. സ്തോത്രം. വിശുദ്ധ വചനമനുസരിച്ച് ജീവിച്ചിരുന്നോ എന്നത് തന്നെയാണ് മാനദണ്ഡമെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ വില കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇനി യൂദ ഓരോ വിശദീകരണങ്ങൾ പറയാണ്. ആരെയൊക്കെ നശിപ്പിച്ചു, എന്തിന് നശിപ്പിച്ചു എന്നതിന്റെ ലിസ്റ്റ് പറയാണ്. ഞാൻ തൽക്കാലം മൊത്തത്തിലേക്ക് പോകുന്നില്ല. ഇനി ഞാൻ യൂദയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വാക്യം തിമത്യോസിൽ നിന്ന് വായിച്ചു വെച്ച് വരാം. തിമത്യോസിൽ പൗലോസ് ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നുണ്ട്. 1 Timothy chapter 6. 1 തിമത്യോസിന്റെ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിക്കാവോ? 12-ാം വാക്യം.
വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. അവിടെയും പോരിനെ കുറിച്ച് പറയാം. നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു, അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. സ്വത്രം. അത് നമ്മുടെ ബൈബിൾ വായിച്ചാൽ അത്ര അങ്ങോട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ബൈബിൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ബൈബിളാണ്. ആ കാര്യം മനസ്സിലാക്കാൻ ഞാൻ POC ബൈബിൾ വായിക്കാം. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ശ്രദ്ധിച്ചോണേ, നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ടോ, നമ്മളെ വിളിച്ചിരിക്കുന്ന ഈ പണിക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ വരുവിൻ, മുട്ടുവേദന മാറും, പനി മാറും, തലവേദന മാറും, വീട് കിട്ടും, കാർ കിട്ടും, കല്യാണം നടക്കും, പിള്ളേർക്ക് വിസ അടിച്ച് കിട്ടും, ഇതൊക്കെയാണ് നമ്മൾ അടിക്കുന്ന സാധനങ്ങൾ അല്ലേ? കൊട്ടൻ ചുക്കാലിക്കാരൻ പറയുന്ന പോലെ ചൂട് വെക്കണ്ട, തിരുമണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഇത് വാങ്ങിച്ചാൽ അവൻ അരി വാങ്ങിക്കാൻ കൂടും. അത്രേ ഉള്ളൂ വിഷയം. സ്വത്രം. ഇതുപോലെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം പ്രസന്റ് ചെയ്യാണ്. വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞുണ്ടോ, നിങ്ങളെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇതിനൊന്നിനുമല്ല, വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തത് കൂടെ ശ്രദ്ധിക്കുക. അനേകം സാക്ഷികളുടെ മുൻപാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതാണല്ലോ. കണ്ടോ, ഇതാണ് പ്രധാനം. നീ ഈ കാര്യം ഏറ്റു പറഞ്ഞിട്ടല്ലേ ഈ പണിക്ക് വന്നത്. ഏത് കാര്യം? ഞാൻ വിശ്വാസത്തിനായി നിന്നോളാമെന്ന്. അതാണ് നമ്മൾ സ്നാനക്കളത്തിൽ പറയുന്നത്. കേട്ടോ, നമ്മൾ കർത്താവിന് വേണ്ടി നിന്നോളാമെന്ന്, വിശ്വാസത്തിന് വേണ്ടി നിന്നോളാമെന്ന്, നല്ല പോരാട്ടം പോരാടിക്കോളാന്ന്, പോരാട്ടത്തിന്റെ ഇടയിൽ എന്റെ നിത്യജീവൻ കളയില്ല എന്ന് അല്ലേ നീ തീരുമാനിച്ചുറപ്പിച്ചത്. വാസ്തവത്തിൽ നമ്മളെല്ലാവരും പോരാടുന്നവരാണില്ലേ? ചിലർ പറയാറുണ്ട്, നീതിക്കെതിരായി എന്ത് കണ്ടാലും ഞാൻ പോരാടും. പക്ഷെ ഇയാൾ പോരാടിയിട്ട് ഇറങ്ങുമ്പോൾ ഇയാളെ കയ്യിലെ നിത്യജീവൻ കാണൂല. നമ്മൾ പോരാളിയായിട്ട് താഴെ ഇറങ്ങുമ്പോൾ തല കാണൂല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളൊക്കെ പണ്ട് യൂട്യൂബിൽ ഇഷ്ടംപോലെ പോരാട്ടത്തിന് ചാടുമായിരുന്നു. ഇപ്പം ഞാൻ വലുതായിട്ട് ചാടാറില്ല. എന്നും പറഞ്ഞ് പോരാട്ടത്തിൽ ഓടിയിട്ടൊന്നുമില്ല, പോരാട്ടമൊക്കെ ചെയ്യും. നമ്മുടെ നിത്യജീവൻ കളഞ്ഞ് ഞാൻ പോരാടിയിട്ട് കാര്യമൊന്നുമില്ല അല്ലേ? സഭയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കേണ്ട കാര്യം എന്തോ? അത് കർത്താവ് നോക്കിക്കോളും. കർത്താവ് പറഞ്ഞാൽ ഞാൻ എൻ്റെ സഭയെ പണി. പിന്നെ നമ്മൾ മൂപ്പർ കയറി കൂട്ടിക്കുന്നതിനാണ്. നടക്കാത്ത പണിക്ക് നമ്മൾ കയറുമൊന്നും വേണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്നുള്ള ചെയ്താൽ മതി, ആവുന്നുള്ള ചെയ്താൽ മതി, കർത്താവിന്റെ പിറകിൽ നിന്ന് ചെയ്താൽ മതി. മുമ്പിൽ കയറി ചെയ്ത് വെറുതെ ഏറികൊണ്ട് ചാവേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം അല്ലേ? രണ്ട് പദം ശരിക്കും ശ്രദ്ധിക്കുക. പോരാടണം, നിത്യജീവൻ കയ്യിൽ വേണം അല്ലേ? മറ്റത് ഭയങ്കര പോരാട്ടമാണ്, സാധനം കയ്യിലില്ല. ഇറങ്ങിക്കഴിയുമ്പോൾ പോരാട്ടം നടന്നു, നരകത്തിൽ തന്നെയാണ് പോകാൻ പോകുന്നതെങ്കിൽ എന്തിനാണ് പോരാട്ടം? അതിനേക്കാളും കിടന്ന് ഉറങ്ങിയാൽ പോരെ. സ്തോത്രം. അതുകൊണ്ട് പോരാട്ടത്തോടു കൂടെ ശ്രദ്ധ വച്ചിരിക്കേണ്ടത് നിത്യജീവനാണ്. നിത്യജീവൻ കളഞ്ഞുള്ളൊരു പോരാട്ടത്തിന് നിൽക്കരുത്. നീതിക്കെതിരെ നിങ്ങൾക്ക് ചിലപ്പോൾ പോരാടേണ്ടി വരും, അനീതിക്കെതിരെ നമ്മൾ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ വർത്തമാനം പറയേണ്ടി വരും. ചിലയിടത്ത് നമ്മൾ വർത്തമാനം പറഞ്ഞാൽ നമ്മുടെ നിത്യതയെ ബാധിക്കുമെങ്കിൽ തൽക്കാല സുഖത്തെക്കാൾ തൽക്കാലം ഒരല്പം വേദന സഹിക്കുന്നതായിരിക്കാം പോരാട്ടം അല്ലേ? നേഴ്സ് സൂചിയും കൊണ്ടുവരുമ്പം പോരാട്ടം എന്ന് പറയുന്നത് മര്യാദയ്ക്ക് വെച്ചുകൊണ്ട് കിടന്നു കൊടുക്കുന്നതാണ്. അവർ കുത്തിക്കയറ്റിക്കോട്ടെ, കാരണം അത് കുത്തിക്കയറ്റിയാലേ സുഖം കിട്ടത്തുള്ളൂ. അപ്പോഴത്തെ നമ്മുടെ പോരാട്ടം വേറെ തള്ളും പിടിയും ബഹളം ഒന്നുമല്ല, മര്യാദയ്ക്ക് കിടക്കുക എന്നുള്ളതാണ്. അതുപോലെ ചില സംഭവങ്ങളിൽ നമ്മൾ മിണ്ടാതെ കിടക്കേണ്ടി വരും, മര്യാദയ്ക്ക് നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരും. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് വലിയൊരു പോരാട്ടമാണ്, അത് നിസ്സാര പോരാട്ടമല്ല. സ്തോത്രം. ഇനി ആ പദത്തില് എന്തിനാണ് പൗലോസ് ഇങ്ങനെ എഴുതിയത്? ഈ ഒരു വിഷയം പൗലോസ് സ്ട്രൈക്ക് ചെയ്തത് എന്തിനാണ്? അതൊന്ന് പറഞ്ഞേച്ച് ഞാൻ യൂദയിൽ വന്ന് കണക്ട് ചെയ്ത് അവസാനിപ്പിക്കാൻ പോകുക. അപ്പൊ യൂദായും പറഞ്ഞൊരു പോരാട്ടം, പൗലോസും പറഞ്ഞു ഒരു പോരാട്ടം. പൗലോസ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? 3 മുതൽ ചില വാക്യങ്ങൾ ഓടിച്ചു വായിക്കും. ഞാൻ അത്യാവശ്യം വരുന്ന ഭാഗം ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ, ആ വാക്കുകൾ കേട്ടോണേ, ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് തീർത്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത ഉപദേശം അനുസരിക്കാത്ത അന്യഥാ ഉപദേശം, ചുമ്മാ ഉപദേശം. യൂട്യൂബിൽ നിങ്ങൾ തുറന്നു നോക്കിയാൽ ഉപദേശിമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാല് തട്ടി നടക്കാൻ വയ്യ. കാരണം ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് എല്ലാവർക്കും ക്യാമറ ഉണ്ട്, പിടിപ്പിക്കുക, കാച്ചുക, എന്ത് വേണോ പറയാന്നുള്ളതാണ് പ്രത്യേകത. അവര് തോന്നിയതാണ് വെളിപ്പാട്. നിങ്ങൾ എന്താ എല്ലാവരും ഒരുമാതിരി ദേഷ്യത്തിലിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അവർക്ക് തോന്നിയത് പറയാണ്. എനിക്കിത് തോന്നിയെന്നങ്ങ് പറയുകയാണ്. അതിൽ പിന്നെ മറ്റ് വചനങ്ങളുമായിട്ട് ബന്ധമുണ്ടോ, തിരുവഴുത്തുമായിട്ട് എന്തെങ്കിലും, ഇതൊന്നും അവന് വിഷയമല്ല. അവന് തോന്നിയവൻ പറയുകയാണ്.
സ്തോത്രം. എത്ര ജനമാ തെറ്റിപ്പോയെന്ന് അറിയാമോ? അല്ല, എത്ര ജനമാ തെറ്റിപ്പോയത്? ഓരോരുത്തർ വിളിച്ച് പറഞ്ഞതിന്റെ പുറകെ നടന്നിട്ട് എത്രയോ പേര് തെറ്റിപ്പോയി. സ്തോത്രം. ഇന്ന് തെറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ അടുത്ത വചനങ്ങളും വെച്ച് ഇതൊന്ന് നോക്കണം, ഒന്ന് പരിശോധിച്ച് നോക്കണം, ഒന്ന് പഠിക്കാൻ തയ്യാറാവണം. അതിനുള്ള അത്യാവശ്യം എന്താ പറയാ, ഇത് ബോധം നമുക്കുണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. സ്തോത്രം. ഇവിടെ പറഞ്ഞോ, ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാത്ത ആൾക്കാര് അന്യഥാ ഉപദേശിച്ചുകൊണ്ട് നടക്കും. വായിക്കാം. ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവർക്ക് തർക്കമാണ്, വാഗ്വാദമാണ്, എപ്പോഴും അതേ ഉള്ളൂ പണി, വേറെ പണിയില്ല അവർക്ക്. സ്തോത്രം. അല്ലെ, തൃത്വത്തെ കുറിച്ചുള്ള തർക്കം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള തർക്കം, പിന്നെ അന്യഭാഷ ഇല്ലെന്നുള്ള തർക്കം, കൃപാവരം ഇല്ലെന്നുള്ള തർക്കം, ഇങ്ങനെ തർക്കത്തോട് തർക്കം. ഇതിന്റെ എല്ലാത്തിന്റെയും പുറകെ മറുപടി പറയാൻ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ല. കുറച്ചുപേര് അപ്പോളജിസ്റ്റുകളായിട്ട് വേണം. അവർ ചെയ്യുന്ന ജോലി തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. ലെറ്റ് ദം ഡു ദാറ്റ്. നിങ്ങൾക്ക് ആംബിയർ ഇല്ലെങ്കിൽ എല്ലാം കേൾക്കാൻ നിൽക്കരുത്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു, ക്ലബ് ഹൗസിൽ ഇപ്പോൾ സാറ് കയറാറില്ലേ? ചുമ്മാ എന്തിനാണ് കയറി സമയം കളയുന്നത്? ആ സമയം ഉറങ്ങാമല്ലോ. ഉറങ്ങാനാണെങ്കിൽ കുറേ ദിവസം കിടക്കുന്നുണ്ട് അല്ലേ? ഇത് ഓരോരുത്തർ കയറി അവനവന് തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഇതെല്ലാം ഇവിടെ കേട്ടോണ്ടിരിക്കേണ്ട കാര്യം എന്തുവാണ് അല്ലേ? നമ്മൾ വെറുതെ നമ്മുടെ മനസ്സിനെ കൺഫ്യൂസ്ഡ് ആക്കാൻ നിൽക്കരുത്. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവേ. കേട്ടോളൂ, വായിക്കേ. അവയാൽ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. കണ്ടോ, അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ഇവിടെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. നമ്മൾ യുദ്ധം ചെയ്തില്ലെങ്കിൽ പണി പാളിപ്പോവും. നമ്മുടെ കുഞ്ഞുങ്ങളെ യുദ്ധം ചെയ്യാൻ നമ്മൾ ശീലിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോ രാജ്യങ്ങളിൽ നമ്മൾ പഠിക്കാൻ വിടുകയാണ്. അവിടെയൊക്കെ പോകുമ്പോൾ അവർ ദൈവകൃപയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ അവരെ ആ നിലയിൽ ശീലിപ്പിച്ച് വേണം പുറത്തേക്ക് വിടാൻ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് വളരെ ഗൗരവമായിട്ട് തിരിച്ചറിയണം. ഇവിടെ പറയണ്ടോ, അവയാൽ അസൂയ, ഷണ്ഡ, ദൂഷണം, ദുർസംശയം. കണ്ടോ, തിരുവഴുത്തുകളെ കുറിച്ച് തന്നെ ഒരുപാട് സംശയമാണ്. ദുർസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം. ഏറ്റവും ലാസ്റ്റ് വാക്ക് കണ്ടോ, സത്യത്യാഗം. സ്വത്രം. വിദേശം എൻ്റെ കുഞ്ഞൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് പെന്തക്കോസുകാർ അവിടെ ചെന്നിട്ട് മുസ്ലിം പയ്യന്മാരുടെ കൂടെ നടക്കുകയാണ്. സ്വത്രം. അപ്പൊ ഇവര് ഇത് തെറ്റല്ലേന്ന് ചോദിച്ചപ്പോ അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് അവരുടെ വാദം. ഞാൻ പെന്തക്കോസ് പിള്ളേരുടെ കാര്യം പറയുന്നത്. സ്വത്രം. അപ്പൊ ഞങ്ങൾ അവിടുത്തെ ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമ്മളെന്ത് ചെയ്യാൻ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടിട്ടുണ്ട്, ഞങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ, ബാക്കി തീരുമാനിക്കേണ്ടത് അവളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും. അവർ ഇതുവരെ വളർത്തിയത് നമ്മൾ ഏതിലാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ടാവണം. അതിൻ്റെ പുറകിൽ സഭയുടെ കരച്ചിലും പ്രാർത്ഥനയും ഉണ്ടാകണം. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ നിഴലുപോലെ പുറകിൽ നിന്നുള്ള കരച്ചിലും പ്രാർത്ഥനയും ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവർ ചെന്ന് കാണുന്ന ഒരു യൂട്യൂബ് വീഡിയോ മതി അവർക്ക് ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിക്കാനും ചീർക്കാനും അസൂയയും ഷണ്ഡയും ദൂഷണവും ദുർസംശയവും ദുർബുദ്ധിയും സത്യത്യാഗവും ഉണ്ടാകാൻ ഒരുപാട് നേരം വേണ്ട. എത്ര കുഞ്ഞുങ്ങളാണ് വിദേശങ്ങളിൽ പഠിക്കാൻ പോയിട്ട് വഴിതെറ്റിപ്പോയത്. ഞാൻ പറഞ്ഞ ഈ കൃപയിൽ നിന്ന് വിട്ടുപോയതിനെ കുറിച്ചാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. നാട്ടിലും ഇത് സംഭവിക്കുന്നുണ്ട്, ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ യുദ്ധം ഗൗരവമായ യുദ്ധമാണെന്ന് ഏറ്റെടുത്ത് ചെയ്യണം. റിസ്ക് എടുത്ത് ഇതിനകത്ത് വന്നിരുന്ന് ഉറങ്ങുന്ന നിങ്ങളെ കാണുമ്പോൾ വാസ്തവത്തിൽ സഹതാപം തോന്നുന്നു. സ്വത്രം. കുറെ പേരെങ്കിലും ഇതിനകത്ത് ഉറങ്ങുകയാണ്. സ്വത്രം. സമയക്കുറവ് കൊണ്ട് ഞാൻ അതിന്റെ മരുന്ന് പറയുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ. വായിച്ചോളൂ, താഴ്ത്ത് വായിച്ചോളൂ. സത്യത്യാഗികളായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. വ്യർത്ഥവാദം, നോ യൂസ് അറ്റ് ഓൾ. അതുകൊണ്ട് ക്ലബ് ഹൗസിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നവരുണ്ട്. ഇഫ് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ യു ക്യാൻ, അതർവൈസ് യു മസ്റ്റ് ലീവ് ഇറ്റ്. സ്വത്രം. യൂട്യൂബ് കാണുന്നവരുണ്ട്, മീഡിയാസ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. പാപമൊന്നുമല്ല, പക്ഷേ സെലക്ട് ചെയ്ത് ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഗുണമുള്ളത് മാത്രം ഉപയോഗിക്കണം. നമ്മൾ മരുന്ന് കടയിൽ ചെന്നാൽ നമുക്ക് ആവശ്യമുള്ള മരുന്ന് മാത്രമാണ് മേടിക്കുന്നത്. അവിടെ കണ്ട എല്ലാ മരുന്നും മേടിച്ചുകൊണ്ട് ഒന്ന് കഴിച്ചാൽ ബാക്കി നിങ്ങൾക്ക് അറിയാലോ. സ്വതന്ത്രം. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തെടുക്കുക. നിത്യജീവനെ അക്കരെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നത് മാത്രം സെലക്ട് ചെയ്യാവുന്നത് തന്നെ ഒരു യുദ്ധമാണ്. എല്ലാം വന്നിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. നിത്യജീവന് പറ്റിയത് തന്നെ തിരഞ്ഞെടുക്കുന്നത് ഒരു യുദ്ധമാണ്. സ്തോത്രം അല്ലേ? പിള്ളേര് പബ്ജി കളിക്കുന്നു എന്ന് കുറ്റം പറയുന്ന അമ്മയപ്പന്മാരോ, അവരതിനേക്കാൾ വലിയ ജീലാണ് അല്ലേ? ഫുൾ ടൈം അപ്പനമ്മ ഇങ്ങനെ മൊബൈൽ വെച്ചോണ്ടിരിക്കുക, പിള്ളേർ തൊടാൻ പാടില്ല എന്ന് പറയുക. വാസ്തവത്തിൽ അതിന്റെ ലോജിക്ക് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം. നിങ്ങൾക്ക് പിടിച്ചില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. സ്തോത്രം. വായിക്കൂ. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. കണ്ടോ, ദൈവഭക്തി ഇച്ചിരി കാശുണ്ടാക്കാൻ പറ്റുന്നതാണെന്ന് വിചാരിക്കുന്നു. വായിക്കാം. അലംഭാവത്തോടുകൂടി ദൈവഭക്തി വലിയ ആദായമാകുന്നു താനും. മനസ്സിന് തൃപ്തികരമായ സുവിശേഷ വേല ആദായമുള്ളത് തന്നെയാണ്. സ്വതന്ത്രം. ആദായമുള്ളത് തന്നെയാണ്. ഞാനൊക്കെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 25 കൊല്ലമാകുന്നുണ്ട്. ഇതുവരെ ജീവിച്ചത് സുവിശേഷ വേല എന്ന് തന്നെയാണ്. സ്വതന്ത്രം. ആരോടും പൈസ ചോദിച്ച് മേടിച്ചിട്ടില്ല അല്ലേ? ഇന്ന് ഇത്ര രൂപ തരണമെന്ന് ഞാൻ ആരോടും ഇന്നുവരെ ചോദിച്ചിട്ടില്ല.
പക്ഷെ ഇന്ന് വരെ ഞാൻ ജീവിച്ചത് സുവിശേഷ വേലയുടെ പൈസ കൊണ്ട് തന്നെയാണ്. അതിനെനിക്ക് ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല. ശരിക്കും വിയർത്തിട്ട് തന്നെയാണ് തിന്നുന്നത്. എന്തേ, ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറയണം. ഞാൻ മീറ്റിംഗ് തീരുന്നവരെ കാണില്ല, അതിന് മുമ്പ് പോവും. സ്വത്രം അത്ര പ്രയാസമുള്ളവരുണ്ടെങ്കിൽ പറയണം. ചിലർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചുമ്മാ തരുന്നത്, പണി ചെയ്യുന്നെങ്കിൽ തന്നാൽ മതി. സ്വത്രം എൻ്റെ ചർച്ചിൻ്റെ ബാക്കിൽ ഞാനൊരു ബോക്സ് കൊണ്ട് വെച്ചിട്ടുണ്ട്, ഓഹരി സ്വത്ര കാഴ്ച. എൻ്റെ താഴെ താല്പര്യമുള്ളവരിട്ടാൽ മതി. സ്വത്രം നാളെ വന്നിട്ട് ഇവിടെ എനിക്ക് അയാൾ പൈസ തന്നിട്ടാണ് ഞാൻ ജീവിച്ചത് ഇവിടെ ഒരുത്തരും പറയണ്ട. താല്പര്യമുണ്ടെങ്കിൽ കിട്ടാൽ മതി. ഞാൻ ചെയ്യുന്ന സർവീസ് ഗുണകരമായെങ്കിൽ അതിനകത്തിട്ടാൽ മതി. അത് ഇടുന്നത് ദശാംശം വേണ്ട. 10 എനിക്ക് എന്തിനാണ്? ഓഹരി എന്ന് പറഞ്ഞാൽ 1000ന്റെ 10 വെറും 100 രൂപയാണ്. ഓഹരി എന്ന് പറഞ്ഞാൽ വീട്ടിൽ 4 പേരെ ഉള്ളൂ എങ്കിൽ 5 ആയിട്ട് കൂട്ടുക. മനസ്സിലായോ? 4 പേര് വീട്ടിലുണ്ടെങ്കിൽ 5 ആയിട്ട് കൂട്ടുക. അപ്പോൾ 200 രൂപ ഓഹരി മാറും. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താല്പര്യമുള്ളവരിട്ടാൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇട്ടാലേ ഞാൻ പ്രാർത്ഥിക്കാൻ വീട്ടിൽ വരത്തുള്ളൂ. ഇട്ടാലും വിട്ടില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നിയോഗം തന്നാലേ ഞാൻ വീട്ടിൽ പോകുള്ളൂ പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ചിലർ 250 രൂപ കൊണ്ട് സ്വത്ര കാഴ്ച കൊടുത്തിട്ട് ഞാൻ പൈസ കൊടുത്തിട്ടാണ് അയാൾ കാർ മേടിച്ചത്. ഇയാളുടെ പൈസ കൊണ്ട് ഡീസൽ അടിക്കാൻ തകയില്ല. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ മറ്റൊരർത്ഥത്തിൽ കാര്യങ്ങൾ എടുക്കണ്ട. ഞാൻ പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ തിരിച്ചറിയുക. സുവിശേഷം തൃപ്തികരമായ നല്ല എന്താ പറയുക തൃപ്തിയോടുകൂടിയാണ് സുവിശേഷ വില ചെയ്യുന്നതെങ്കിൽ അവന് 100 രൂപ കിട്ടിയാലും കഞ്ഞിയും പച്ചമുളകേ ഉള്ളുവെങ്കിലും അത് തൃപ്തി തന്നെയാണ്. അവൻ ബിരിയാണി കഴിച്ചാലും അത് തൃപ്തി തന്നെയാണ്. ഇന്നതേ കഴിക്കണം എന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ദൈവാസനോട് ചോദിച്ചു, 60 കൊല്ലം മുമ്പ് കിട്ടിയത് എന്താണ്, ഇപ്പൊ കിട്ടുന്നത് എന്താണ്? രണ്ടും കണക്ക് കൂട്ടി വരുമ്പോൾ മാത്തമാറ്റിക്സ് തന്നെ അല്ലേ? അന്ന് കഞ്ഞിയും പച്ചമുളകും, ഇന്നും കഞ്ഞിയും 2 ഗുളികയും. നമ്മൾ കണക്കൂട്ടി വരുമ്പോൾ 2 മാത്തമാറ്റിക്സ് തന്നെ. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. സ്വത്രം. അതുകൊണ്ട് തൃപ്തിയോടുകൂടി ചെയ്യുന്ന സുവിശേഷ വേല നമുക്ക് ആദായം എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന കാശ് മാത്രമല്ല, അക്കരെ നാട്ടിൽ ചെല്ലാം എന്നുള്ള ഒരു ബോധ്യം. ഇവിടെ നമുക്ക് ഒരുപാട് സമ്പത്തിനെ കുറിച്ചുള്ള തൃപ്തി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. തൃപ്തിയോടുകൂടിയാണ് സുവിശേഷ വേല ചെയ്യുന്നതെങ്കിൽ, ഓരോ ദിവസവും ഒരാളോടെങ്കിലും സുവിശേഷം പറഞ്ഞിട്ട് തൃപ്തിയോടുകൂടിയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അവന്റെ ആദായം മുഴു ലോകത്തെക്കാളും സമ്പത്ത് ഞാൻ നേടിയെന്നത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വായിക്കാം. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ഭയങ്കര പാടാണ്. അതൊരു യുദ്ധമാണ്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ സമാധാനപ്പെടുന്നത് ഒരു വലിയ യുദ്ധമാണ്. അതാണ് നമുക്ക് ഈ 1000 രൂപ വരുമാനം ഉള്ളപ്പോൾ 100 രൂപ നമുക്ക് ദശാംശം വയ്ക്കാൻ ഒരു യുദ്ധവും ഇല്ല. ഈസി ആയിട്ട് വെക്കാൻ പറ്റും. 10000 രൂപ നമുക്ക് കിട്ടുമ്പോൾ 1000 രൂപ ദശാംശം വയ്ക്കാനും അത്രയും റിസ്ക് ഇല്ല. പക്ഷെ 50000 രൂപയ്ക്ക് മുകളിലേക്ക് ശമ്പളം പോകുമ്പോൾ ദശാംശം വയ്ക്കുമ്പോഴാണ് ഒരു മനപ്രയാസം ഉണ്ടാവുക. ഇല്ലേ? സ്തോത്രം. ഇതൊന്നും ഞാൻ ഈ മീറ്റിംഗിൽ പറയാൻ വേണ്ടി എഴുതി പറക്കി കൊണ്ടുവന്നതൊന്നുമല്ല. വന്ന് നിന്നപ്പോൾ എവിടെന്നോ വരുന്ന കയറുന്നതാണ്. സ്തോത്രം. സ്തോത്രം. എന്തായാലും വായിക്കാം, വായിച്ചോളൂ. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ. വാക്ക് ശ്രദ്ധിച്ചോണേ. ഞാൻ ആ യുദ്ധത്തെ കുറിച്ച് പറയാൻ പോവാണ്. പക്ഷേ ഈ പാസേജ് വായിക്കാതെ പോയാൽ ശരിയാവില്ല. ധനികന്മാരാകുവാൻ ഇച്ഛിക്കുന്നവൻ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ഇന്ന് മൊത്തം ഇരയാണ് അല്ലേ? ധനികന്മാരാകുവാൻ ഇച്ഛിക്കുന്നവർ. സ്വത്രം. നമ്മുടെ സുരക്ഷയ്ക്കാണ് ക്യാമറ വന്നതെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ആശ്വാസമുണ്ട്. പക്ഷെ അതിന്റെ പുറകിൽ കിടക്കുന്ന നൂലാമാലകൾ ഈ പറഞ്ഞ വാക്യം പോലെയാണ് അല്ലേ? മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുന്നു. ഇപ്പൊ മൊത്തം ഇരകളിയാണ്, നമുക്കറിയാം. ഞാൻ അവിടെ ഒന്നും തൊടാതെ പോവുകയാണ്. നമ്മുടെ കേസും നോക്കിക്കോണം, രാഷ്ട്രീയവും വെറുതെ ഒന്ന് നോക്കിക്കോളൂ, ഒന്ന് ചൂട് കിട്ടാൻ വേണ്ടി, ഉറക്കം വരാതിരിക്കാൻ വേണ്ടി. അടുത്ത് വായിക്കേ. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലമല്ലോ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാണ്. ആരാധനയ്ക്ക് പോകാൻ പറ്റൂല. നേരത്തെ ഗോഡ്സൺ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ അതിങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് പോയി. ഇടയ്ക്കൂടെ ആരാധനയ്ക്ക് പോകാൻ പറ്റില്ല. കാരണം കോച്ചിങ് ഉണ്ട്. കോച്ചിങ്ങിന് പോയാലേ ഒരുപാട് പൈസയുള്ള ജോലി കിട്ടുള്ളൂ. അപ്പൊ ആ ദ്രവ്യാഗ്രഹം ഇന്നേ ആരാധനയ്ക്ക് പോകാൻ പറ്റൂല. അപ്പൊ ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പോകൂല. മാത്രമല്ല, ജോലി കിട്ടി നല്ല ശമ്പളം കൂടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പൈസ കൊടുക്കണം, വരുന്നേ ഇല്ല. വീട്ടിലിരുന്ന് യൂട്യൂബ് കാണാം. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരോട്ട് വീട്ടിലിരുന്ന് ലൈവ് കാണാമെന്ന്. ലൈവ് ആകുമ്പോൾ സ്വത്രക്കാഴ്ച ഇടണ്ട, സൂത്രത്തിലിരുന്ന് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അല്ലേ? പിന്നെ ആർക്കെങ്കിലും 2000 കൊടുത്താൽ ശവടക്കി കൊടുക്കും അല്ലേ? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാണ്. കാശ് കർത്താവിന് വേണ്ടി ചെലവഴിക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം ബുദ്ധിമുട്ടാണ്, മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം കാശ് കുറച്ച് കയറി കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം അങ്ങ് മാറും. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും ഈ ശവത്തിലാണ് ഇരിക്കുന്നത്. ഞാനൊരു വ്യത്യസ്തനൊന്നുമല്ല. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പൈസ തീരെ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഫിലോസഫി ഉള്ളത്. പൈസ കൂടുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും.
പ്രൈസ് ദി ലോർഡ്. ഒരനക്കമില്ല, വന്നു പോയല്ലോ എന്നും വെച്ചിരിക്കുകയാണ്. വെള്ളയൊക്കെ കൊടുത്തോടാണ് വന്നതും. അതെ, വെള്ളയൊക്കെ മുഷിയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണെന്ന് എനിക്കറിയാം, അല്ലേ? ഈ ഒരു എന്താ പറയുക, സുബോധം അപ്പുറത്തെ ഹോളിലും കാണിക്കണം നിങ്ങൾ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇരിപ്പ് താഴോട്ട് വായിക്കാ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട്, ഇത് ഏത് കാശിന്റെ കേസ്, ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന്, അയ്യോ വിശ്വാസമേ വിട്ടുപോയി, കണ്ടാ, വിശ്വാസം വിട്ട് ഉഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. വായിൽ നോക്കി നടക്കുകയാണ്, വിശ്വാസം വിട്ട് കളഞ്ഞിട്ട് വായിൽ നോക്കി നടക്കുകയാണ്. വായിച്ചോ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. നമ്മൾ യുദ്ധത്തിലേക്ക് വരുന്നേ. അപ്പൊ രണ്ട് കാര്യമാണ് അവിടെ പറഞ്ഞ. ഒന്ന്, നമ്മുടെ ഇടയിൽ ദുർസംശയങ്ങൾ ഉണ്ടാക്കുന്ന ദുരുപദേശകന്മാർ വരും. രണ്ട്, നമ്മുടെ അകത്ത് ദ്രവ്യാഗ്രഹം വരും. ശ്രദ്ധിച്ചോണേ, രണ്ട് കാര്യമാണ് പൗലോസ് യുദ്ധത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞത്. ഒന്ന്, പുറത്തുനിന്ന് ദുരുപദേശം വരും. രണ്ട്, അകത്തുനിന്ന് ദ്രവ്യാഗ്രഹം വരും. ഇത് ഭയങ്കര പാടാണ്. ഇതിനെ രണ്ടിനെ യുദ്ധം ചെയ്യണം. പുറത്തുള്ള കേസിനെ യുദ്ധം ചെയ്യണം, അകത്തെ കേസിനെ യുദ്ധം ചെയ്യണം. പുറത്തുള്ള നമുക്ക് എങ്ങനെയെങ്കിലും ചേർത്ത് നിർത്താം, അല്ലേ? ദുരുപദേശം വരാതിരിക്കാൻ ഒരു പ്രസംഗം കേൾക്കാതിരുന്നാതില്ല, പ്രശ്നം തീർന്നല്ലോ. ഉപദേശവും വേണ്ട, ദുരുപദേശവും വേണ്ട. പക്ഷെ അകത്തെ ദ്രവ്യാഗ്രഹം എന്ത് ചെയ്യും? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലും മനസ്സിലാകുന്നവർക്ക് ഒരു സ്തോത്രം പറയാവോ? ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. അപ്പൊ പറഞ്ഞ രണ്ട് പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്പർ 1, പുറത്തുനിന്ന് വരുന്ന ദുരുപദേശത്തോട് നമ്മൾ പോരാടി നിൽക്കണം. നമ്പർ 2, അല്ലെങ്കിൽ അതിനോട് പോരാടിയില്ലെങ്കിൽ അകത്ത് ദുർസംശയം, അസൂയ, ഭിന്നത, എല്ലാ സാധനം അകത്തുനിന്ന് കയറ്റും. വെളിയിൽ നിന്ന് ഈ സാധനം നമ്മൾ കയറാൻ അനുവദിച്ചാൽ. അതുകൊണ്ട് ഫസ്റ്റ് വി മസ്റ്റ് സ്റ്റാൻഡ് അഗൈൻസ്റ്റ് ദ ഹെറസീസ്. രണ്ട്, നമ്മുടെ അകത്തുനിന്ന് വരുന്ന ദ്രവ്യാഗ്രഹം. ഇതിനെ രണ്ടിനെ യുദ്ധം ചെയ്ത് കീഴടക്കണം. പിടികിട്ടിയോ? അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. നീയോ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിശുദ്ധനെ, ദൈവത്തിന്റെ മനുഷ്യനായുള്ളവരെ. ഇവിടെ വന്ന് എല്ലാരെയും ഇത് ബാധിക്കുന്നില്ല. സ്വത്രം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവരെ. അത് വിട്ടോടി. ഏത് വിടണം? ദ്രവ്യാഗ്രഹം വിടണം, അതിന്റെ മേളിലെ ദുരുപദേശം വിടണം. അത് വിട്ട് ഓടാനാ പറഞ്ഞേ. കാരണം തീ കത്തുമ്പോ ഓടത്തില്ലേ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരാൾ സ്കൂട്ടറിൽ വരുമ്പോ സ്കൂട്ടർ തീ കത്ത്, അയാൾ ഇട്ടച്ച് ഓടുകയാണ്. എന്താ കാര്യം? ആ ഓടിയിലേക്ക് പണി കിട്ടും, അല്ല? ഊതി അണയ്ക്കാൻ നിന്നാലോ? ഊതി അണയ്ക്കാൻ നിന്നാൽ അവന്റെ ചുണ്ടും തലയെല്ലാം കരിയും. മറ്റേ സ്കൂട്ടറല്ലേ പോകത്തുള്ളൂ, പിന്നെ മേടിക്കെങ്കിലും ചെയ്യാം. അതാ ഇവിടെ പറഞ്ഞേ, നീയോ വിട്ടോടി. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഇതിന്റെ പുറകെ പോകാനാണ് പറയുന്നത്. ഭയങ്കര പാടാണ്, ഇത് യുദ്ധമാണ്. ഈ സാധനം വിട്ടിട്ട് ഓടാനാണെങ്കിൽ കുഴപ്പമില്ല. ഈ സൗമ്യത, സ്നേഹവും ഒക്കെ കളഞ്ഞിട്ട് ഓടുന്നതാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇത് ദ്രവ്യാഗ്രഹം വിട്ടിട്ട് ഓടണം, ഈ പറഞ്ഞ അതും വിട്ടിട്ട് ഓടണം, ദുരുപദേശം വിട്ടിട്ട് ഓടി ഈ പറഞ്ഞ ഐറ്റത്തിനെ പിന്തുടരണം. അത് ഭയങ്കര പാടാ. അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നേ, വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക. കണ്ടോ? ഇതാ പോരാട്ടം. അല്ല, നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തെ വിശ്വാസി ഉടക്കുന്നതിന് പോരാടുന്ന കേസാ. അത് അവിടുത്തെ കോഴി ഇറങ്ങുമ്പോൾ കല്ലെടുത്തെറിഞ്ഞാൽ അതെന്റെ കാലൊടി പിന്നെ വരത്തില്ല, അല്ലേ? അല്ലെങ്കിൽ അതിനെ സോപ്പിട്ട് പിടിച്ച് അടച്ച് കറി വെച്ച് തിന്നുക, അതിൻ്റെ ആ പരിപാടി തീരുന്നു. പക്ഷെ ഈ പോരാട്ടം അതല്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ലവും ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊരു പോരാട്ടമാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ പോരാട്ടത്തിന് വേണ്ടിയാ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടി. പൗലോസ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പിടികിട്ടി, എന്താണ് പോരാട്ടം എന്ന്. പിന്നീട് പാസ്റ്റർ അതിനെ ഒന്ന് മെഴുക്കി പറഞ്ഞോളും. ഞാനിപ്പോ ഇത്ര ഇങ്ങനെ റോ മെറ്റീരിയൽസ് ആയിട്ട് പറഞ്ഞു പോവുകയാണ്. നമ്പർ 2, ഇനി നമുക്ക് യൂദ പറഞ്ഞതിലേക്ക് പോകാം. യൂദയുടെ ലേഖനം 17-ാം വാക്യം മുതൽ 2-3 വാക്യം കൂടി വായിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം. യൂദയുടെ ലേഖനം 17-ാം വാക്യം. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അപ്പൊ കണ്ടോ, വചനത്തിൽ നിന്നോളാൻ പറയാ. ഈ വചനങ്ങളെ നിങ്ങൾ ഓർപ്പീൻ. വായിക്കേ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. നമ്മളിൽ ചിലരതാണ്. പരിഹാസി എന്ന് പറഞ്ഞാൽ അറിയാലോ, സംഭവിക്കുന്ന സത്യം എന്താണെന്ന് തിരിച്ചറിവുണ്ടായിട്ടും അറിയാത്ത പോലെ നടക്കുന്നതാണ് പരിഹാസം. ഞാൻ പിന്നെ ഒന്നുകൂടെ ഓർപ്പിക്കാം. സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അറിയാത്ത പോലെ പൊട്ടം കളിക്കുന്നതാണ് പരിഹാസം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ തീക്കായി വച്ചിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലേ? ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു എന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മുടെ നടപ്പ് കണ്ടാൽ അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ആർക്കും തോന്നില്ല. അതാണ് പരിഹാസം. അപ്പൊ അന്ത്യകാലത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാർ വരുമെന്നാണ് ഈ പറഞ്ഞ എന്റെ സാരം. പുരുകൃത എല്ലാം പിടികിട്ടി. അതാണ് മിണ്ടാതെ ഇരിക്കുന്നത്, അല്ലേ? എല്ലാം മനസ്സിലായി. നമ്മൾ ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാവും. അതാണ് ഈ ബൈബിളിന്റെ സ്ട്രക്ചർ. അന്ത്യകാലത്ത് നമ്മളെ പോലെയുള്ള ആൾക്കാർ വരും. സ്വത്രം. കഴിഞ്ഞ കൊല്ലം വന്നതുപോലെ ഈ കൊല്ലവും വരും. അടുത്ത കൊല്ലവും ജീവിച്ചിരിക്കുമെങ്കിൽ വരും. ഒരു മനുഷ്യനെയും കൃപയിലേക്ക് കൊണ്ടുവരില്ല.
പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വചനം മനസ്സിലായി. ഇനി വായിച്ചു വിട്ടാ മതി, പെട്ടെന്ന് വായിച്ചു വിട്ടോ. എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ. അവരാരാണ്? അവരാരാണ്? അവർ ഭിന്നതയുണ്ടാക്കുന്നവർ. അപ്പൊ ഇത് നമ്മൾ ആരെങ്കിലും ആണോ? നമ്മൾ ആരെങ്കിലും ആണോ? ഇല്ല, അവരിന്ന് വന്നില്ല. ഓക്കെ, വായിച്ചോളൂ. പ്രാകൃതന്മാർ. പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. കണ്ടോ? പ്രാകൃതന്മാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ട് ചിന്തിക്കരുത്. പ്രകൃതിയാൽ ചിന്തിക്കുന്നവർ. പ്രാകൃതം എന്ന് പറഞ്ഞാൽ മോശമല്ല, നോർമലി ചിന്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പത്രോസിന്റെ അടുക്ക പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവാണ്. അപ്പൊ പത്രോസ് അത് പറ്റില്ല. അപ്പൊ കർത്താവ് പറഞ്ഞ എന്തുവാ? നീ ഇപ്പൊ പിശാചിനുള്ളതാണ് ചിന്തിക്കുന്നത്. അതാണ് പ്രാകൃതം. നമ്മൾ പറയത്തില്ലേ, നമ്മളെടുത്ത യേശു എന്ന് പറയുന്നത് ഞാൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നുണ്ട്. ഇപ്പൊ അച്ഛൻ പറയാ ഞാൻ നാളെ മരിച്ചു, ഞാൻ എന്താ പറയാ, എന്നാ പിന്നെ ആട്ടെ എന്ന് ഞാൻ പറയൂ? അയ്യോ, അങ്ങനെ പറ്റത്തില്ല. അതെന്താ? അതാണ് പ്രാകൃതൻ. ഞാൻ പറഞ്ഞ മനസ്സിൽ. അപ്പൊ നമ്മൾ പ്രാകൃതന്മാരല്ലാത്ത ആരാ ഇവിടെ വന്നിട്ടുള്ളത്? ഒരാളേ ഉള്ളൂ. അത് ഇവിടെ എല്ലാവരും തിരിഞ്ഞു നോക്കി, അതാരാണ്? അങ്ങനെ ആരും വന്നിട്ടില്ല. അങ്ങനെ ഒന്ന് രണ്ട് ഒരു സഭയിലോട്ട് അവരിന്ന് വന്നില്ല. സ്തോത്രം. യെസ്, പ്രാകൃതന്മാർ. അടുത്ത് ആത്മാവില്ലാത്തവർ. ആത്മാവില്ല. ആണ് പാട്ട് പാടുമ്പോൾ അവർക്ക് ദേഷ്യം വരും. കടുപിടാ സവട്ടും കയ്യടി എല്ലാം കൂടെ കേട്ട് അന്യഭാഷ കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ലേ? വെറുതെ പതി അടിച്ചാൽ പോരെ? ഒച്ചത്തിനാണ്. ആത്മാവില്ലാത്തവർ. അടുത്ത് നിങ്ങളോ പ്രിയമുള്ളവരെ. ഇങ്ങനെയുള്ള ഒരുപാട് ടീം ഉണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളോ പ്രിയമുള്ളവരെ. ഈ പറയുന്നത് കേൾക്കുമ്പോൾ അവർ എന്ന് പറയുമ്പോൾ വേറെ ആരോ ഒന്ന് വിചാരിക്കരുത്, നമ്മൾ അതാണോ എന്ന് ചുമ്മാ ഒന്ന് ചിന്തിക്കുക. അത്രേ ഉള്ളൂ. ചെറുതാണ് കാര്യം അല്ലേ? നമ്മൾ കൊന്നു കളഞ്ഞാൽ അത് വിശ്വസിക്കില്ല. അവർ എന്ന് പറയുമ്പോൾ ആരോ അവരാണ്, അവരല്ല, അവർ തന്നെയാണ് നമ്മൾ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ എന്ന് പറയുമ്പോൾ നമ്മളെയും കൂടി ചേർത്ത് തന്നെയാണ് പറയുന്നത്, അല്ലാതെ വേറെ ആരോടോ പറയുന്നതല്ല. സ്തോത്രം. അങ്ങനെ ചുമ്മാ വെച്ചൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് താല്പര്യമെങ്കിൽ ഗുണം പിടിക്കണം. ഈ 28ാമത്തെ കൺവെൻഷനിലെങ്കിലും. ഇനി 29ലും 30ലും ഒക്കെ വരുമെന്നും പ്രതീക്ഷിച്ചൊന്നും ഇരിക്കരുത്. കൊറോണയേക്കാൾ ചെറിയ വേറെ ഏതൊക്കെ സാധനങ്ങൾ വരികയാണ്. സ്വതന്ത്രം. അതുകൊണ്ട് കാര്യ ഗൗരവത്തോടെ ഇരിക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. വളരെ പെട്ടെന്ന് വായിക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. 4 പോയിന്റ്സ് ആണ് അവിടെ പറയുന്നത്. 4 പോയിന്റ്സ് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 4 പോയിന്റ്സ്. അത് മലയാളം ബൈബിളിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. സ്തോത്രം. പാസ്റ്റർ ഇപ്പൊ വായിച്ച വാക്യം എത്ര പാസ്റ്ററെ? 20ാം വാക്യം. സ്തോത്രം. ഞാനത് ഇംഗ്ലീഷ് വാക്യം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ബട്ട് യു ബിലൗഡ് ബിൽഡ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ പണിയുക. ബിൽഡ് യുവർ സെൽഫ്, പണിയുക. അത് മലയാളത്തിൽ പറയുന്നത് അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. അവിടെ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. അപ്പൊ ബിൽഡ് യുവർ സെൽഫ് അപ്പോൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ശ്രദ്ധിച്ചോണേ. വിശ്വാസമുണ്ട്, വിശുദ്ധ വിശ്വാസമുണ്ട്, അതിവിശുദ്ധ വിശ്വാസമുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശ്രയം. വിശുദ്ധ വിശ്വാസം പൂർണ്ണമായ ആശ്രയം. അതിവിശുദ്ധ വിശ്വാസം മറ്റൊന്നിലും പിന്നെ ആശ്രയമില്ല, കംപ്ലീറ്റ് ആശ്രയം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? റൈറ്റ്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിക്കകത്തിരിക്കുകയാണ്, പിന്നെ നമ്മൾ വേറെ ഒന്നിലും ആശ്രയിക്കുന്നില്ല, ഫുൾ അതിൽ തന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. അതുപോലെ പൂർണ്ണമായി കർത്താവിലുള്ള ആശ്രയത്തിൽ നിങ്ങൾ പണിയണം. അന്ത്യകാലത്തിൽ മുകളിൽ പറഞ്ഞ സകല പ്രതിസന്ധിയിൽ നിന്നും എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ എളുപ്പ പണി പറയുകയാണ്. ഫസ്റ്റ് ബിൽഡ് യുവർ സെൽഫ് അപ്പോൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. എവിടെയെങ്കിലും കയറി പണിയരുത്. മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിന്ന് പണിയണം. ക്രിസ്തുവിൽ മാത്രം നിന്ന് പണിയണം. താൻ പാതി ദൈവം പാതി നിൽക്കരുത്. ഒരു കാരണവശാലും നമ്മൾ ജയിക്കില്ല, ഒരു കാരണവശാലും നമ്മൾ രക്ഷപ്പെടില്ല. ഇവിടെ മാത്രമേ നമുക്ക് ഈ അഭ്യാസമൊക്കെ നടക്കുള്ളൂ. സ്കൂട്ടർ ഓടിക്കുന്നതിൽ പോലും താൻ പാതി ദൈവം പാതി നടക്കൂല. അങ്ങനെയുള്ള ചില ആൾക്കാർ പോകുന്നുണ്ടോ? ഇന്നലെ ഒരു ചേച്ചി എന്റെ മുമ്പേ ഓടിച്ചു പോകുന്നത് ഞാൻ കണ്ടു. ദൂരെ ഒരു വണ്ടി കാണുമ്പോൾ ഇവർ കാലെടുത്ത് താഴെ ഇറക്കും. വണ്ടി അതിലേ പോവുകയാണ്, ഇവരെന്തിനാണ് കാലെടുത്ത് താഴെ ഇറക്കുന്നത്? താൻ പാതി വണ്ടി പാതിയാണ്. താഴെ കല്ല വല്ല കിടപ്പുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി മൂക്കുത്തി താഴെ പോവും. സ്കൂട്ടർ ഓടിക്കുന്നതിൽ പോലും നമ്മൾ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ആയിരിക്കണം. കംപ്ലീറ്റ് വണ്ടി കയറി മര്യാദയ്ക്ക് ഇരിക്കുക. അവിടെ തിരിക്കാൻ ചെറുക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചെയ്താൽ മതി, വണ്ടി ഓടിക്കോളും. അല്ലാതെ ഇടയ്ക്ക് താഴെ ചാടുവൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ ഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ? അതുപോലെ നമ്മൾ ക്രിസ്തുവിലാകുന്നെങ്കിൽ നമ്മുടെ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറഞ്ഞ പോലെ, ഞങ്ങളെ നിങ്ങൾ തീയിലിട്ടാലും ഞങ്ങളെ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ കർത്താവിനെ വിടുന്ന പണിയില്ല. സ്തോത്രം. ഞങ്ങളുടെ മുട്ടുവേദന മാറുമെങ്കിൽ ഞങ്ങൾ കർത്താവിൽ ഇരിക്കാം, മാറിയില്ലെങ്കിൽ ഞങ്ങൾ വേറെ പോകും. അങ്ങനെ നിങ്ങൾ ആദ്യം പോവുക. സ്തോത്രം. ഈ കർത്താവിനെ മാത്രം ഞങ്ങൾക്ക് മതി, ഈ കർത്താവിൽ മാത്രമാണ് ആശ്രയം എന്നുള്ള ഉറപ്പിൽ നമ്മൾ നിൽക്കുന്നു എങ്കിൽ, if your faith is most holy one, you can build on God.
You can build on Jesus Christ. ക്രിസ്തുവിൽ നിങ്ങൾക്ക് പണിയാം. നമ്പർ 2, 2, pray in the Holy Spirit. First, build yourself upon your most holy faith. Number 2, pray in the Holy Spirit. ആത്മാവിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. അല്ലേ? നമ്മൾ സാധാ പ്രാർത്ഥന കർത്താവേ അത് തരണേ ഇത് തരണേ ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ആത്മാവിലായി കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കുന്നത് ഇത് തരണം അത് തരണം എന്നുള്ളതായിരിക്കില്ല. പിന്നീട് നമ്മുടെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് കർത്താവുമായി സമ്പാദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആത്മാവാണ് സംസാരിക്കുന്നത്. ആ പ്രാർത്ഥന നമുക്ക് വളർച്ച ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മറ്റേ പ്രാർത്ഥന നമ്മളെ തളർത്തിക്കൊണ്ടേയിരിക്കും. അക്ഷരത്തിലും എനിക്ക് പ്രാർത്ഥിക്കാം, ആത്മാവിലും പ്രാർത്ഥിക്കാം. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. ഇഫ് യു ആർ പ്രേയിങ് ഇൻ യുവർ മൈൻഡ് യു വിൽ ഡിക്കേ, താഴോട്ട് പോകും. നമ്മൾ ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് വളരുവാൻ കഴിയും. അപ്പൊ ഈ അന്ത്യകാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന 4 ഉപാധികളാണ് ഞാൻ പറയുന്നത്. നമ്പർ 1, build yourself upon your most holy faith, and number 2, pray in the Holy Spirit, and number 3, keep yourself in the love of God. നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കാൻ. അപ്പൊ നമ്മളെ സൂക്ഷിക്കാൻ വെളിയിൽ നാൾ വരൂല. No other people can guard us. മറ്റൊരാൾക്കും നമ്മളെ സംരക്ഷിക്കാനാവില്ല. നമ്മൾ തന്നെ നമ്മളെ സംരക്ഷിക്കണം. Praise the Lord. ഒരു അല്പ റിസ്ക് ഉള്ളതാണ്. Keep yourself in the love of God. ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കാനാ പറഞ്ഞത്. ദൈവ ഭയത്തിലല്ല, ദൈവസ്നേഹത്തിൽ. ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കുമ്പോൾ നമ്മെ വീണ്ടെടുക്കുവാൻ, തീയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, നിത്യരാജ്യം തരുവാൻ, സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ തിരതള്ളിയാൽ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ തോന്നും. Praise the Lord. കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്ത വിലയുടെ 100-1 നമ്മൾ കൊടുത്താൽ മതി, നമുക്ക് നമ്മളെ വീണ്ടെടുക്കാൻ കഴിയും. കർത്താവ് കൊടുത്ത അത്രയും വില നമുക്ക് കൊടുക്കേണ്ടി വരില്ല. നമ്മൾ അത്രയും വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ടി വരില്ല. നമ്മൾ കർത്താവിനോട് ചേർന്ന് ഒരു അല്പഭാരം തൂക്കാൻ നമ്മൾ തയ്യാറായാൽ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ തയ്യാറായാൽ, നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ കഴിയും. The last one, wait for the mercy of our Lord Jesus Christ and to eternal life. Wait. 4 വാക്കുകളാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇന്നത്തെ ജനറൽ കൺവെൻഷന്റെ ഫൈനൽ മെസ്സേജ് ആയി. Number 1, build yourself upon your most holy faith. And number 2, pray in the Holy Spirit. And number 3, keep yourself in the love of God. And number 4, wait for the Lord. കർത്താവിനായി കാത്തിരിക്കുക. സ്തോത്രം. ആദ്യം നമ്മൾ പണിയണം, പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് അതിൽ വളരണം, പിന്നീട് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം, പിന്നീട് നമ്മൾ കാത്തിരിക്കണം. അതാണ് യൂദ പറഞ്ഞത്, അതൊരു യുദ്ധമാണ്. ആ യുദ്ധം ചെയ്യുന്ന നമ്മളാരും ഈ പോർക്കളത്തിൽ പരാജയപ്പെടില്ല. നമ്മൾ അക്കരെ നാട്ടിൽ ചെന്നെത്തും. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരുവാൻ പോവുകയാണ്. യുദ്ധത്തിൽ നമ്മൾ കുഴഞ്ഞു പോകരുത്, നമ്മൾ തളർന്നു പോകരുത്. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഭിന്നതയുണ്ടാക്കുന്നവർ നമ്മുടെ മുമ്പിലുണ്ട്, പ്രാകൃതന്മാർ നമ്മുടെ മുമ്പിലുണ്ട്, ആത്മാവില്ലാത്തവർ നമ്മുടെ മുമ്പിലുണ്ട്, ദ്രവ്യാഗ്രഹത്തിന്റെ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്, ദുരുപദേശകർ നമ്മുടെ മുമ്പിലുണ്ട്, ദുർസംശയവും ദുർവ്യാഖ്യാനങ്ങളും ഉണ്ടാക്കുന്നവർ നമ്മുടെ മുമ്പിലുണ്ട്. സകലത്തിന്റെയും മുമ്പിൽ ശക്തിയോടെ നിൽക്കാൻ കഴിയേണ്ടതിനും നമുക്ക് നമ്മളെ തന്നെ പണിയാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവിൽ ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ചില നിമിഷങ്ങൾ ദൈവസന്നിധി മൂടി കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഈ അന്ത്യകാലത്തിൽ എന്നെ ശക്തീകരിക്കണമെന്ന് പറയാം, എന്നെ ബലപ്പെടുത്തണമെന്ന് പറയാം. ഞാൻ പതറില്ല, ഞാൻ തളരില്ല, ഞാൻ അക്കരയ്ക്ക് യാത്ര ചെയ്യും, ഞാൻ എൻ്റെ കർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലും. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. താങ്ക് യു ലോർഡ്. ഞാൻ വിജയിക്കുമെന്ന് പറയാം, ഞാൻ ആ ഭാഗ്യനാട്ടിൽ ചെല്ലുമെന്ന് പറയാം, എൻ്റെ കർത്താവിന്റെ അടുക്കൽ ഞാൻ ചെല്ലും എന്ന് പറയാം. എനിക്ക് പരാജയപ്പെടാൻ മനസ്സില്ല. നേരത്തെ ദൈവദാസൻ പറഞ്ഞതുപോലെ എനിക്ക് പരാജയപ്പെടാൻ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. എൻ്റെ മുൻപിലുള്ള സകല പൈശാചിക വ്യാപാരങ്ങളെയും ജയിക്കുവാൻ, എൻ്റെ മുൻപിൽ എന്നെ കാർന്നു തിന്നുവാൻ നിൽക്കുന്ന സകല അന്ധകാര വ്യാപാരങ്ങളെയും ജയിക്കുവാനാണ് എനിക്ക് താല്പര്യം. എനിക്ക് തകരുവാൻ മനസ്സില്ല, പരാജയപ്പെടുവാൻ മനസ്സില്ല. I like to keep myself. ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുവാൻ, ദൈവ സ്നേഹത്തിൽ സൂക്ഷിക്കുവാൻ തയ്യാറെടുക്കുന്നു. ആ പോരാട്ടത്തിനായി ഇന്ന് പകൽക്കാലം തയ്യാറാകാം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ.